വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൻ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൻ വഹിച്ചവനേ, ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൻ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൻ വഹിച്ചവനേ, ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൻ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൻ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതൽ വഹിച്ചവനേ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, നമ്മൾ ഈ വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ വന്ന വഴികൾ ഓർക്കുമ്പോൾ ഇന്നയോളം ദൈവം നമ്മളെ നടത്തിയില്ലേ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ നടത്തിയ ദൈവം, ഹല്ലേലൂയ, എത്ര വിശ്വസ്തയോടെയാണ് കർത്താവ് നമ്മളെ നടത്തിയത്. നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം കർത്താവിൻ്റെ ദിവ്യശക്തി നമുക്ക് നൽകിയില്ലേ? ഹല്ലേലൂയ, നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ നമുക്ക് ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് കടക്കാം. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഭവിച്ചാലും, ദുഃഖകാലമാണെങ്കിലും സന്തോഷത്തിൻ്റെ കാലമാണെങ്കിലും
ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമുക്കും ഈ രാത്രികാലം നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ, കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. മറ്റൊരു ദൈവഹിതമല്ലാത്തൊന്നും ഞാൻ എൻ്റെ നാവിൽ നിന്ന് വരത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് തീരുമാനമെടുക്കാം. അവിടെ താഴോട്ട് വായിക്കുന്നുണ്ട്, ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ വായ്ക്ക്, നമ്മുടെ അധര ദ്വാരത്തിന് നമുക്കൊരു കാവൽ നിർത്താനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ ദൈവമേ, ഹല്ലേലൂയ, എൻ്റെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വചനം പറയുന്നു, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ, ഇവിടെ ഗായക സംഘം മാത്രമല്ല, ഹല്ലേലൂയ, കേട്ടുകൊണ്ടിരിക്കുന്നവർ നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹിമപ്പെടുത്താം. ഹല്ലേലൂയ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്താം. ഹല്ലേലൂയ, കർത്താവിൻ്റെ നാമം എവിടെയെല്ലാം ഉയരുന്നു അവിടെയെല്ലാം ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ, ഹല്ലേലൂയ, നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നമുക്ക് സന്തോഷത്തോടെ, നമുക്ക് സ്തോത്രത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയുടെ അടുത്ത് വരാം. നമുക്കൊരു പാട്ട് പാടി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതി എപ്പോഴും എന്നാവൻ മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതി എപ്പോഴും എന്നാവൻ മേലുണ്ട്. എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. തന്നിൽ മാത്രം നോക്കിടുന്നോർ ശോഭിതരായി തീരും, ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. തന്നിൽ മാത്രം നോക്കിടുന്നോർ ശോഭിതരായി തീരും, ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. യാഹു നല്ലവൻ, അതെ ആസ്വദിച്ചറിവൻ, തന്നിൽ ആശ്രയിച്ചിടുന്നോർ ഭാഗ്യമേറിയോ. യാഹു നല്ലവൻ, അതെ ആസ്വദിച്ചറിവൻ, തന്നിൽ ആശ്രയിച്ചിടുന്നോർ ഭാഗ്യമേറിയോ. തന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. നീതിമാന്മാരിൻ അപേക്ഷ കേട്ടിടും നീ ദൈവം, കഷ്ടതയിൽ ഉറ്റ സഖി ഉദ്ധരിക്കുന്നു. നീതിമാന്മാരിൻ അപേക്ഷ കേട്ടിടും നീ ദൈവം, കഷ്ടതയിൽ ഉറ്റ സഖി ഉദ്ധരിക്കുന്നു. എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടും, എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. നീതിമാന്മാരിൻ അപേക്ഷ കേട്ടിടും നീ ദൈവം, കഷ്ടതയിൽ ഉറ്റ സഖി ഉദ്ധരിക്കുന്നവൻ. നീതിമാന്മാരിൻ അപേക്ഷ കേട്ടിടും നീ ദൈവം, കഷ്ടതയിൽ ഉറ്റ സഖി ഉദ്ധരിക്കുന്നു. എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിക്കുന്നു, ഉള്ളം യാഹിൽ മറ്റൊന്നിലും പ്രശംസിക്കുന്നില്ല. എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു, ആനന്ദിക്കുന്നു. എൻ്റെ ഉള്ളം മനസ്സം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം, ദുഃഖിതർക്ക് ആശ്വാസമേകാൻ കൂടെയുണ്ടെന്നും. മനസ്സം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം, ദുഃഖിതർക്ക് ആശ്വാസമേകാൻ കൂടെയുണ്ടെന്നും. എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിക്കുന്നു, എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. മനസ്സം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം, ദുഃഖിതർക്ക് ആശ്വാസമേകാൻ കൂടെയുണ്ട്. മനസ്സം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം, ഹൃദയം തകർന്നവർക്ക് ദൈവം സമീപസ്ഥൻ. എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു.
എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. നീതിമാന്മാരിൻ അനന്തം ഏറി വന്നാലും നീക്കുവക്കു നൽകിടും നീ നിത്യനാം. നീതിമാന്മാർക്ക് അസംഖ്യമായ ക്ലേശങ്ങൾ വരും, നീക്കുപോക്കൊണ്ട് എന്നെ പ്രശംസിക്കുന്നു. കർത്താവിൽ സന്തോഷിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുക. പ്രിയനിൽ ആനന്ദിക്കുന്നു, എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. യാഹിൽ പ്രശംസിച്ചിടുന്നു, എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ലോകത്തിൻ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വെക്കില്ല, എൻ ദൈവം എൻ ആശ്രയം അതത്രയുത്തമം. ലോകത്തിന്റെ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വെക്കില്ല, എൻ ദൈവം എൻ ആശ്രയം അതത്രയുത്തമം. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എന്റെ ഉള്ളം തുള്ളുന്നു, കർത്താവിൽ സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. എന്റെ മനസ്സം ആനന്ദിക്കുന്നു. എല്ലാ നാളിലും വാഴ്ത്തിയിടും തൻ സ്തുതി എപ്പോഴും നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തി. എല്ലാ നാളിലും സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ, സന്തോഷങ്ങളിൽ എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എന്റെ ഉള്ളം യാഹിൽ എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ ഉള്ളം യാഹിൽ ബന്ധിച്ചിടുന്നു, എന്റെ ഉള്ളം യാഹിൽ. അത്ഭുതങ്ങളുടെ ദൈവമാ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അവൻ വിടുതലിന്റെ ദൈവമാ, അവൻ അസാധ്യമായിട്ട് യാതൊന്നുമില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്, എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്ന് ഈ രാത്രിയിൽ. ആമേൻ, സ്തോത്രം. എത്ര പേര് കർത്താവിന്റെ വചനം അല്പനേരം ശ്രവിക്കുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ ഹൃദയത്തിന്റെ താല്പര്യത്തോടെ ആയിരിക്കുന്നു, ദാഹത്തോടെ, വിശപ്പോടെ, ആത്മീയ വിശപ്പോടെ, ആത്മീയ ദാഹത്തോടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവവൈതലേ, നിങ്ങളുടെ ആത്മീയ വിശപ്പും ദാഹവും മാത്രം മാറ്റുന്ന ഒരു ദൈവത്തെ അല്ല, ഹല്ലേലൂയ, നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള വിശപ്പിനെയും ദാഹത്തെയും മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിച്ചാരാധിക്കുന്നത്. ആമേൻ, സ്തോത്രം. മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കാനാണ് കർത്താവിന്റെ വചനത്തിലുള്ളത്. അതോടുകൂടി അതെ, ഇന്ന് രാത്രിയിൽ മുമ്പേ, ഹല്ലേലൂയ, ആദിയിൽ ദൈവം എന്നുള്ള ഒരു ചിന്തയോടെ കൂടെയാണ് ദൈവം പൈതലെ അങ്ങ് അടുത്ത് വരുന്നതെങ്കിൽ, ആമേൻ, സ്തോത്രം, ഒരു മേഖലയിലും നീ ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ, സ്തോത്രം. പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തനം 28:7 വായിക്കാം. ആവർത്തനം 28:7. അവൻ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകും. ആമേൻ, സ്തോത്രം. അതെ, ഒരു വഴിയായി വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ആമേൻ, സ്തോത്രം. ഒരു കണ്ടീഷനോടുകൂടിയുണ്ട്. അതിന്റെ 28:1 ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ. പിന്നീട് അറിയാമല്ലോ എല്ലാവർക്കും, ആവർത്തനം 28:1 മുതൽ 14 വരെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പറ്റിയിട്ടാണ്. അതിനുശേഷം ശാപത്തെ, ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് നടക്കാഞ്ഞാലുള്ള ശാപത്തെ പറ്റിയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു വഴിയായി
വരുന്ന ശത്രു 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്നും ചിതറി ഓടണമെങ്കിൽ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് പ്രമാണിച്ചു നടന്നെങ്കിൽ മാത്രമേ ഓടത്തുള്ളൂ. ശത്രു നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകത്തുള്ളൂ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലം ഓടിപ്പോകത്തുള്ളൂ. അതിന്റെ 28-ന്റെ 25-ൽ ഇങ്ങനെ കാണുന്നു, നീ ഒരു വഴിയായി അവരുടെ നേരെ ചെല്ലും, 7 വഴിയായി അവരുടെ മുമ്പിൽ നിന്നും ഓടിപ്പോകും. ആമേൻ, സ്തോത്രം. ഒരിക്കൽ കൂടി വായിക്കാം. നീ ഒരു വഴിയായി അവരുടെ നേരെ ചെല്ലും, 7 വഴിയായി അവരുടെ മുമ്പിൽ നിന്നും ഓടിപ്പോകും. ആമേൻ, സ്തോത്രം. എന്തുകൊണ്ടാ ഓടുന്നത്? അതിന്റെ 15-ൽ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാലാ ഓടേണ്ട വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ വചനം പ്രമാണിച്ച് നടന്നാൽ ഒരു ദൈവപൈതലും ആയിരിക്കുന്ന ശത്രു ഇട്ടിരിക്കുന്ന പദ്ധതി കണ്ട് ഭയപ്പെട്ട് ഓടേണ്ട വരുത്തില്ലെന്ന കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. പലപ്പോഴും ആമേൻ, സ്തോത്രം, നമ്മൾ ശത്രുവിനെ ഭയന്നോടുന്നത് എന്തുകൊണ്ടാ? ആമേൻ, സ്തോത്രം. ഈ വചനം പ്രമാണിച്ച് നടക്കാത്തത് കൊണ്ടാ. ആമേൻ, സ്തോത്രം. ഈ വചനം പ്രമാണിച്ച് നടക്കണമെങ്കിൽ എന്ത് വേണം? ഈ വചനം ധ്യാനിക്കണം. ആമേൻ, സ്തോത്രം. വല്ലപ്പോഴും ധ്യാനിക്കുകയാണോ? അല്ല, രാവും പകലും നമ്മുടെ ഭക്ഷണമായിരിക്കണം വചനം. ഞായറാഴ്ച മാത്രം ഈ പുസ്തകം തുറന്നാൽ പോരാ. ബൈബിൾ ക്ലാസ്സിൽ മാത്രം ഈ പുസ്തകം തുറന്നാൽ പോരാ. ആമേൻ, സ്തോത്രം. രാവും പകലും നമ്മുടെ ആത്മീയ ആഹാരമായിരിക്കണം ഇത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എന്തെന്ന് അറിയണം ആദ്യം. എന്നാലേ ശത്രുവിനോട് നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് വാള്. ഇത് നമ്മുടെ പോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ പറ്റുമോ? പറ്റത്തില്ല. നമ്മുടെ പില്ലോടടിയിൽ വെച്ച് കഴിഞ്ഞാൽ നടക്കുമോ? നടക്കത്തില്ല. ശത്രുവിനോട് എതിരിടണമെങ്കിൽ ഇത് തുറന്ന് ധ്യാനിക്കണമെന്ന്. വചനധ്യാനം ഒരു സ്വഭാവമായിരിക്കണം. പ്രാർത്ഥന ഒരു സ്വഭാവമായിരിക്കണം. വചനധ്യാനവും പ്രാർത്ഥനയും സ്വഭാവമായിരിക്കുന്ന ദൈവ പൈതലേ, നീ ശത്രുവിന്റെ മുമ്പിൽ മുട്ടുമടക്കത്തില്ല. ശത്രുവിനെ കണ്ട് നീ ഭയന്നോടത്തില്ല. കാരണം നമ്മൾ വിളിക്കുന്ന ദൈവം ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവമാ. അവൻ അത്യുന്നതനായ ദൈവമാ. അത്യുന്നതിന്റെ മറവിലാണോ നമ്മൾ വസിക്കുന്നത്? ശത്രു നിനക്ക് മുമ്പിൽ ചെറുതായി പോകത്തേ ഉള്ളൂ. സാഹചര്യം മാറത്തില്ല. ആമേൻ, സ്തോത്രം. കർത്താവിനെ പറ്റി പറയുന്നത് എന്താ? യഹൂദയിലെ സിംഹം എന്നാ പറയുന്നത്, അല്ലേ? ആമേൻ, സ്തോത്രം. സിംഹത്തിന്റെ പ്രത്യേകത എന്താ? സാഹചര്യങ്ങൾ കണ്ട് പിന്മാറിപ്പോകുന്നതാണോ? രാജാവാ, കാട്ടിലെ രാജാവാ. ആമേൻ, സ്തോത്രം. സദൃശവാക്യങ്ങൾ 30-30 നമുക്ക് കാണുന്നല്ലോ സിംഹത്തിന്റെ ക്വാളിറ്റി എന്തെന്ന്. ഒന്നിനും വഴിമാറാത്തതായ സിംഹം എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രതികൂലം കണ്ട് വഴിമാറുന്നതല്ല. ആന വന്നു നിന്നാലും വഴിമാറുന്നതല്ല. സാഹചര്യം അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ യഹൂദ ഗോത്രത്തിലെ സിംഹമായിരിക്കുന്ന യേശുവിന്റെ ആത്മാവാണോ നിന്റെ മുമ്പിൽ, നിന്റെ ഉള്ളിൽ കത്തുന്നതെങ്കിൽ, വ്യാപരിക്കുന്നതെങ്കിൽ, ഹാലലിയ, ഹാലലിയ, നീ യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ പ്രിയ വൈതനാണെങ്കിൽ നീയും സിംഹക്കുട്ടിയാ. നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ആന പോലുള്ള പ്രതികൂലമായിരുന്നാലും, മഹാപർവ്വതം പോലിരിക്കുന്ന പ്രതികൂലമായിരുന്നാലും, യേശുവിന്റെ ആത്മാവാനോ നിന്നിൽ വ്യാപരിക്കുന്നത്. സാഹചര്യം അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ സാഹചര്യം നിന്നെ നോക്കി ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടും. ആത്മാവിലൊന്ന് തിരിച്ചറിഞ്ഞാട്ടെ, ആത്മാവിലൊന്ന് ഏറ്റെടുത്ത് ഈ വചനത്തിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്താട്ടെ. ഹാലലിയ. ആത്മാവിൽ ഒന്ന് ഏറ്റെടുക്കുന്നവർക്കാ വിടുതലുള്ളത്. ആമേൻ, സ്തോത്രം. ആ യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ പ്രിയ മക്കളാ, യേശുപ്പന്റെ പ്രിയ മക്കളാ നമ്മൾ ഓരോരുത്തരും. ആമേൻ, സ്തോത്രം. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലം എത്ര തന്നെ വലിപ്പമേറിയിരുന്നാലും, ആമേൻ, സ്തോത്രം, ഹാലലിയ, ദൈവ പൈതലെ, ഗിദെയോനെ നോക്കിയാട്ടെ. ആമേൻ, സ്തോത്രം. എന്തുകൊണ്ടാ ഗിദെയോനും ഇസ്രായേലും ശത്രുവിനെ കണ്ട് ഭയപ്പെടേണ്ടി വന്നത്? എവിടെയോ എടുത്തു വെച്ച് പരിശോധിച്ചു നോക്കൂ. ശത്രുവിന്റെ മുമ്പിൽ ഭയപ്പെട്ട് ഓടുന്നതിന്റെ കാര്യം പാപമാ. ഇസ്രായേല് ദൈവത്തിന്റെ പ്രമാണങ്ങളെ തെറ്റി ഓടിയത് കൊണ്ടാണ് മിദ്യാനെ ഭയപ്പെട്ട്, ആമേൻ, സ്തോത്രം, ഇസ്രായേല് ഒളിച്ചിരിക്കേണ്ട വന്നത്. അതെ, മിദ്യാനും ഈ ഗിദെയോനും മിദ്യാനെ ഭയപ്പെട്ട് മുന്തിരിച്ചക്കിനരികിൽ ഇരിക്കുക. ആമേൻ, സ്തോത്രം, ഹാലലിയ.
യഹോവയോട് നിലവിളിച്ചു. യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ആ നിലവിളി കേട്ടു. ആമേൻ, സ്തോത്രം. അതെ, ഇന്ന് പകലയിൽ, ഇന്ന് ഈ രാത്രിയിൽ തിരിച്ചറിഞ്ഞാട്ടെ, ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ ശത്രുവിന്റെ മുമ്പിൽ തോറ്റ് നിൽക്കുന്നുള്ളവരോടുള്ള ദൂത ഇന്ന് രാത്രിയിൽ. ആമേൻ, സ്തോത്രം. അങ്ങനെയുള്ളവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ആലോചന അറിയിക്കുക, മടങ്ങി വരണം. ഇസ്രയേൽ ജനം മടങ്ങി വന്നതുപോലെ മടങ്ങി വന്നാട്ടെ. ഒരു ഗിദയോനെ എഴുന്നേൽപ്പിക്കും കർത്താവ് ഇന്ന് രാത്രിയിൽ. ഇന്ന് എന്നെ ഈ കേൾക്കുന്ന ചില ഗിദയോന്മാര്, ഭയപ്പെട്ട് സാഹചര്യത്തെ നോക്കി ഭയപ്പെട്ടിരിക്കുന്ന ദൈവഭൃത്യന്മാരെ അങ്ങിന്ന് കേട്ടാട്ടെ. അങ്ങയുടെ മുമ്പിൽ സാഹചര്യം ഇന്ന് രാത്രിയിൽ മുട്ടുമടക്കുവാൻ പോകുക. റീഖലബ് റോന്തിരിയാക്ക, ഹാലലിയ. സാഹചര്യം മുട്ടുമടക്കുക. ആമേൻ, സ്തോത്രം. ഗിദയോൻ എൻകൗണ്ടർ ഉണ്ടായി ദൈവത്തിന്റെ ദൂതനുമായി. അതിനുശേഷം ദൈവം ഡയറക്റ്റ് ആയിട്ട് വിളിച്ച പേരെന്താ? ഭയത്തിന്റെ ആത്മാവെ നാന്നോ വിളിച്ചത്? അല്ല, ഓ വേലിയൻ വാരിയർ. ഇന്ന് രാത്രിയിൽ ആരെയോ വിളിക്കുകയാണ്. പരാക്രമശാലിയെ, പരാക്രമശാലിയെ. നിന്റെ മുമ്പിൽ ആ നിൽക്കുന്ന ശത്രു മിഥ്യാന ശത്രുവായിരിക്കാം, അവൻ നിന്നെക്കാട്ടിൽ പ്രബലനായിരിക്കാം. പക്ഷെ നിന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് വരുമ്പോൾ ഉണ്ടല്ലോ, ശത്രു 7 വഴിയായി ചിതറി ഓടിയിരിക്കും. ഓടിയേ പറ്റൂ. കാരണം നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ലോകത്തിൽ ഉള്ളവനെക്കാട്ടിൽ വലുതാ. ആമേൻ, സ്തോത്രം. സകല അധികാരങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു എന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെയ്തതിലും വൻ കാര്യങ്ങൾ നീ ചെയ്യുമെന്നാ കർത്താവിന്റെ വചനത്തിലുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ തിരിച്ചറിഞ്ഞാട്ടെ. പലർക്കും ഹാലലിയ ഇന്ന് ഈ ശക്തിയെ തിരിച്ചറിയാതിരിക്കുക. ആമേൻ, സ്തോത്രം. അങ്ങയുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി ചെറുതല്ല, വലുതാ. എന്തുകൊണ്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത്? ചില മേഖലകൾ ക്രമീകരിക്കപ്പെടുവാനുണ്ട്. മടങ്ങി വരികയാണെങ്കിൽ അസാധാരണമായ അളവിൽ സ്വർഗം ഉപയോഗിക്കുക തന്നെ ചെയ്യും. ആമേൻ, സ്തോത്രം. വെട്ടേണ്ടത് വെട്ടിക്കളയണം കേട്ടോ. ഹാലലിയ. അതെ, കർത്താവിൽ നിന്നും ഉത്തരവ് കിട്ടിയതിന് ശേഷം ഗിദയോൻ യാത്ര തുടങ്ങി. അശേര പ്രതിഷ്ഠ വെട്ടിക്കളഞ്ഞത് എപ്പോഴാ? രാത്രിയിലാ. ബാലിന്റെ ബലിപീഠങ്ങളെ തകർത്ത് കളഞ്ഞത് എപ്പോഴാ? രാത്രിയിലെ. ഭയമുണ്ടായിരുന്നു, ശത്രു വല്ലതും ചെയ്യുമെന്നോ. ആമേൻ, സ്തോത്രം. സ്വന്തം പിതാവും വിളിച്ച പേരെന്താ? അതിനുശേഷം ആ വെട്ടിക്കളഞ്ഞതിന് ശേഷം വിളിച്ച പേരാ യെരുബാൽ. ആമേൻ, സ്തോത്രം. നിന്റെ പേര് ഇന്ന് രാത്രിയിൽ മാറുക. കാരണം ദൈവത്തിന്റെ എൻകൗണ്ടർ ഉണ്ടായാൽ നിന്റെ ഉള്ളിൽ നിന്ന് ഭയം പുറത്തു പോകും. നീ അസാധാരണമായ വ്യക്തിയായി മാറും. നിന്നെ ദൈവം വിളിക്കുന്ന പേര് പരാക്രമശാലി എന്ന നിന്റെ പേര് മാറും. നിന്റെ അതിരുകൾ വിശാലമാകും. നീ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങിപ്പോകത്തില്ല. ശത്രു നിന്നെ ഒതുക്കി കളയത്തില്ല. ഒതുക്കി കളയുന്ന മണ്ഡലത്തെ നോക്കി ആത്മാവിലൊന്ന് ഏറ്റെടുത്തൊന്ന് പ്രവചിച്ചാട്ടെ. ഞാൻ ശത്രുവിന്റെ മുൻപിൽ ഒതുങ്ങിപ്പോകത്തില്ല. ഞാൻ പരാക്രമശാലിയാകുന്നു. എന്റെ പിതാവ് യഹൂദയിലെ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാകുന്നു. ആ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്ന എന്റെ അപ്പന്റെ പ്രിയ മകനാണെങ്കിൽ ശത്രുവെ, നിന്റെ മുമ്പിൽ ഞാൻ തോക്കത്തില്ല. തോക്കത്തില്ല. ഒന്ന് പറഞ്ഞാട്ടെ, തോക്കത്തില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഗിദയോൻ തോറ്റോ? ആമേൻ, സ്തോത്രം. ഗിദയോൻ തോറ്റില്ല. ഗിദയോൻ ഒറ്റ വ്യക്തിയായി നിന്ന് യുദ്ധം ജയിച്ചതുപോലെ ആയിരുന്നു. ദൈവം കൊടുത്ത കൽപ്പനയാ. ആമേൻ, സ്തോത്രം. ഗിദയോനെ, നീ കുലത്തിൽ ചെറിയവനായിരിക്കും, നിനക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും കാണത്തില്ല. പക്ഷേ മിഥ്യാനെ നിന്റെ കയ്യിലേൽപ്പിക്കും. നീ ഒരുവനായി നിന്ന് യുദ്ധം ജയിച്ചെന്ന് പറയത്തക്ക അളവിൽ നിന്നെ മാറ്റുന്നത് ഞാനാകുന്നു. ആമേൻ, സ്തോത്രം. എന്താ ചെയ്യേണ്ടത്? കർത്താവിന്റെ സന്നിധിയിൽ താഴണം. ആമേൻ, സ്തോത്രം. താഴാതെ നടക്കത്തില്ല. താഴാതെ നടക്കത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നു കഴിഞ്ഞാൽ ശത്രു നിന്റെ മുമ്പിൽ താഴും. കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കാമെങ്കിൽ ശത്രു നിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കും. ആമേൻ, സ്തോത്രം. നമുക്ക് ശത്രുത്വം ഉള്ളത് അപ്പുറത്തെ വീട്ടുകാരനോടാവരുത്, ഇപ്പുറത്തെ വീട്ടുകാരനോടാവരുത്. കർത്താവിന്റെ വചനത്തിൽ എന്താ? എഫേസ്യർ 6:12 എന്താ എഴുതിയിരിക്കുന്നത്? നമുക്ക് ശത്രുത്വം ഉള്ളത് അപ്പുറത്തെ ചേട്ടനോടും ചേച്ചിയോടോ എന്താ എഴുതിയിരിക്കുന്നത്? അല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്. ആമേൻ, സ്തോത്രം. ഇന്ന് തിരിച്ചറിഞ്ഞാട്ടെ. ആമേൻ, സ്തോത്രം. ആത്മശക്തിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നവർ, പ്രാപിച്ചിരിക്കുന്നവർ തിരിച്ചറിഞ്ഞാട്ടെ. ആമേൻ, സ്തോത്രം. ഇന്ന് കർത്താവിലും അവന്റെ അമിതബലത്തിലും ഒന്ന് ബലപ്പെട്ടാട്ടെ. ഹാലലിയ. എഫേസ്യർ 6:12 ഇങ്ങനെ വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ.
ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് അതുകൊണ്ട് ആ സർവായുധ വർഗത്തെ ദൈവം അണിയിക്കുന്ന ദിവസമാണ്. നീ ധരിച്ചിരിക്കുന്ന സർവായുധ വർഗം ഒരു പിശാചിനും അഴിക്കുവാൻ സാധിക്കത്തില്ല. കാരണം എന്റെ സ്വർഗത്തിലെ ദൈവമാണ് ഉടുപ്പിക്കുന്നത്. ആമേൻ. സ്തോത്രം. സത്യം അരയ്ക്ക് കെട്ടിത്തരുന്നതായ എന്റെ അപ്പന. ആമേൻ. സ്തോത്രം. പലപ്പോഴായി നിന്നെ അത് ആമേൻ സ്തോത്രം ഞെരുക്കുവാൻ നോക്കുന്നെങ്കിൽ, പിശാച് നിന്നെ അതിൽ നിന്നും അഴിച്ചു കളയുവാൻ നോക്കുന്നെങ്കിൽ, ആമേൻ സ്തോത്രം തിരിഹിതമല്ലാതെ നടക്കുവാൻ അതിലേക്ക് ഡിലീഡ് ചെയ്യുന്നെങ്കിൽ, പാപം ചെയ്യുവാൻ ആമേൻ സ്തോത്രം പ്രേരിപ്പിക്കുന്നെങ്കിൽ, ഇന്ന് ആത്മാവിൽ ഏറ്റെടുത്ത് ആ പിശാചിന്റെ തന്ത്രത്തെ ആമേൻ സ്തോത്രം ശാസിച്ചാട്ടെ. കർത്താവ് അധികാരം തന്നിട്ടുണ്ട് കേട്ടോ. ആമേൻ സ്തോത്രം. ആനയുടെ വലിപ്പം പലപ്പോഴും തിരിച്ചറിയാത്ത പോലെ ദൈവമക്കൾക്ക് ഇന്ന് പലപ്പോഴും അധികാരത്തെ തിരിച്ചറിയുന്നില്ല. കർത്താവ് എന്തിനൊക്കെയുള്ള അധികാരം തന്നിട്ടുള്ളത്? പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടി മെതിക്കുവാനുള്ള അധികാരമത്രേ. അധികാരത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ തിരിച്ചറിഞ്ഞാട്ടെ. അവന്റെ പിശാചിന്റെ സ്ട്രാറ്റജി തിരിച്ചറിഞ്ഞ് അവന്റെ സകല സ്ട്രാറ്റജികളെ വിശ്വാസത്തോടെ ഫെയ്ത്തിന്റെ ആക്ഷൻ എടുത്ത് ഈ കാൽക്കീഴിലിട്ടൊന്ന് ചവിട്ടി മെതിച്ചാട്ടെ. നിന്റെ മുമ്പിൽ നിന്ന് ശത്രു 7 വഴിയായി ഇന്ന് ചിതറി ഓടിയിരിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ചിതറി ഓടിയേ പറ്റൂ. കർത്താവിന്റെ വചനമാ. വചനത്തിന് മുമ്പിൽ വിറച്ചിരിക്കും പിശാച്. ആമേൻ. സ്തോത്രം. കർത്താവിന് വരുമ്പോ എന്താ ചെയ്യുന്നത്? കർത്താവിന്റെ കാൽക്കീഴിലിട്ട് പിശാചിനെ ചതച്ചു കളയുമെന്നത്ര കർത്താവിന്റെ വായനത്തിലുള്ള റോമർക്ക് എഴുതിയ ലേഖനം 16:20. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ആരുടെ മുമ്പിലാ കീടം കണ്ടത്? യേശുവിന്റെ മുമ്പിൽ താഴ്ന്നിരിക്കാമെങ്കിൽ ആമേൻ സ്തോത്രം, ആത്മാവിന്റെ ശക്തിയെ നിന്റെ മേൽ അവൻ പകരും. ശത്രു നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. പിശാചിനോട് എതിർത്ത് നിൽക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. എതിർത്ത് നിൽക്കണമെങ്കിൽ എന്ത് വേണം? അത്യന്ത ശക്തി വേണം. അത്യന്ത ശക്തി ധരിക്കണമെങ്കിൽ എന്ത് വേണം? നീ നഗരത്തിൽ പാർക്കണം. എന്തിനാ? ശക്തി ധരിക്കുവോളം നീ നഗരത്തിൽ പാർക്കണം. ശക്തി ധരിച്ച് നീ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പിശാചിനെ നിന്നെ ഒതുക്കുവാൻ സാധിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഒരു വഴിയായി വരുന്ന ശത്രു 7 വഴിയായി ചിതറിയോടും. കർത്താവിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിപ്പിൻ. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. എന്തിനാ? ശത്രുവിനെ മെതിച്ചു കളയുവാൻ. നാടുകളായി ദണ്ഡിച്ചുകൊണ്ടിരുന്ന ദൈവം ഇതിനെ കേട്ടാട്ടെ. നാടുകളായി ദണ്ഡിച്ചുകൊണ്ടിരുന്ന പല മേഖലകളിന്മേലും സ്വർഗത്തിന് ദൈവം അധികാരത്തെ പകരുക. ശത്രുവിനെ മെതിച്ചു കളയുവാൻ നിന്റെ ജീവിതത്തിൽ മേൽ ഒരു ബാൽപരാസ്യം വെളിപ്പെടുന്നു. ഒരു ബാൽപരാസ്യം വെളിപ്പെടുന്നു. ശത്രുവിനെ കർത്താവിന്റെ വചനത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 1 തിരുവൃത്താന്തം 14:11 എഴുതിയിരിക്കുന്നത് എന്താ? ശത്രുവിനെ വെള്ളം പോലെ ഒഴുക്കി കളഞ്ഞെന്ന് എഴുതിയിരിക്കുന്നത്. ദാവീദ് ശത്രുവിനെ വെള്ളം പോലെ ഒഴുക്കി കളഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ കർത്താവിന്റെ ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, God has broken through my enemies by my hand like the breakthrough of waters. യേശുവിന്റെ നാമത്തിൽ നിങ്ങളായിരിക്കുന്ന ഏതൊക്കെ മേഖലകളിലാണോ ഒതുക്കിയത്, ആമേൻ സ്തോത്രം, ശത്രു ഒതുക്കിയത്, ദൈവത്തിന്റെ ദൂത് ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നു. ശത്രുവിനെ ഇന്ന് രാത്രിയിൽ ആത്മശക്തിയോടെ നിന്ന് ഹല്ലേലൂയ വെള്ളം പോലെ സ്വർഗം ഒഴുക്കിക്കളയുക. ഇന്ന് രാത്രിയിൽ പ്രതികൂലങ്ങൾ, ശത്രുവിൻ നിന്റെ മുമ്പിൽ ഇട്ടിരുന്ന പ്രതികൂലങ്ങൾ വെള്ളം പോലെ ഒഴുകിപ്പോകുക. നിന്റെ പ്രാർത്ഥന ജീവിതത്തെ കൊള്ളയടിക്കപ്പെട്ട, നിന്റെ വചന ധ്യാനത്തെ കൊള്ളയടിക്കപ്പെട്ട, നിന്റെ സാമ്പത്തിക മേഖലകളെ, നിന്റെ ജോലി മേഖലകളെ, നിന്റെ കുടുംബ ജീവിതത്തെ, നിന്റെ ഏതൊക്കെ മേഖലകളിൽ നിന്ന് അവനവൻ തന്നെ പറഞ്ഞാട്ടെ. ഇന്ന് ആ മേഖലകളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ശത്രുവിനെ വെള്ളം പോലെ ഒഴുക്കിക്കളയുന്നു. നീ പൂർണ്ണ ജയാളിയായി മാറുവാൻ പോകുന്നു. നീ പൂർണ്ണ ജയാളിയായി മാറുന്നു. നീ പൂർണ്ണ ജയാളിയായി മാറുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിന്മേലും ഒരു ബാൽപരാസ്യം വെളിപ്പെടുന്നു. ഒരു ബാൽപരാസ്യം വെളിപ്പെടുന്നു. ഒരു ബാൽപരാസ്യം വെളിപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാതിരാജനെ, കർത്താതികർത്തനെ, താൻ മാത്രം അമർത്യത ഉള്ളവനെ,
വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ യാഹേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ യാഹേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. കാൽവരിയിൽ വൈരികളും ആയുധങ്ങൾ വിലീനമായി ആടിപ്പിടരും വ്യാധികളും വേരുകൾ ജീവമായി. കാൽവരിയിൽ വൈരികളിൽ വേരുകൾ ജീവമായി ആടിപ്പിടരും വ്യാധികളിൽ വേരുകൾ ജീവമായി. ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ. ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ. സൈന്യാധിപൻ യേശു സർവ അധികാരിയാം യേശു സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ജയോത്സവമായി നമ്മെ നടത്തിടും എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ക്രിസ്തേശ്വരിൽ ജയോത്സവമായി നമ്മൾ നടത്തും നമ്മെ നടത്തിടും എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. വിശ്വാസത്തോടെ യേശു തുറന്നിടും വഴിയൊടുക്കിടും താമ്രവാതിലും താൻ തകർത്തിടും. യേശു തുറന്നിടും വഴിയൊടുക്കിടും താമ്രവാതിലും താൻ തകർത്തിടും. സർവസൈന്യാധിപൻ യേശു സർവ അധികാരിയാം യേശു സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ കർത്താധികർത്തനെ താൻ മാത്രം അമർത്യത ഉള്ളവനെ വീരനാം ദൈവമേ അത്ഭുത മന്ത്രി യാഹേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. രാജാധിരാജൻ വീരനാം ദൈവം അത്ഭുത മന്ത്രി യാഹേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. ഭയപ്പെടേണ്ട ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. ബാഖായിൻ താഴ്വരയോ ബറാഖ ആയിടുമേ. ഭയപ്പെടേണ്ട ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. ബാഖായിൻ താഴ്വരയോ ബറാഖ ആയിടുമേ. സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധനാം ആത്മാവിനാൽ. സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധനാം ആത്മാവിനാൽ. സൈന്യാധിപൻ യേശു സർവ അധികാരിയാം യേശു സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ കർത്താധികർത്തനെ താൻ മാത്രം അമർത്യത ഉള്ളവനെ വീരനാം ദൈവമേ അത്ഭുത മന്ത്രി യാഹേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ അത്ഭുത മന്ത്രി യാഹേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ അത്ഭുത മന്ത്രി യാഹേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. പതിനായിരങ്ങൾ വീണാലും വലയമണിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. സകലവും എന്നെനിക്ക് സാധ്യമാക്കുവാൻ എന്റെ യേശുവിന്റെ അത്ഭുത നാമമുണ്ടല്ലോ. ആയുധങ്ങൾ വലിക്കയില്ല, ഒരു ഭൂമിയും ഇനി വരികയില്ല. ശക്തനായി മാറ്റിടുവാൻ ആത്മബലമെന്റെ ഉള്ളിലുള്ളതാ.
ആയുധങ്ങൾ ഫലിക്കയില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. എന്നെ ശക്തനായി മാറ്റിടുവാൻ ആത്മബലം എന്റെ ഉള്ളിലുള്ളതാണ്. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ട്. സകലവും ഇന്ന് എനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമെന്നാമം. അസാധ്യമായിരിക്കൊന്നുമല്ല, സകലവും എനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമെന്നാമുണ്ടല്ലോ. വരികയില്ല, എല്ലാം നന്മയായി തീർന്നിടുമേ. മാതയൊന്നും അടുക്കയില്ല, എന്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്നും. തിന്മയൊന്നും വരികയില്ല, എല്ലാം നന്മയായി തീർന്നിടുമേ. മാതയൊന്നും അടുക്കയില്ല, എന്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്നും. മകത്ത് ദൈവമുണ്ട്. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമെന്നാമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ട്. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമെന്നാമുണ്ടല്ലോ. അത്ഭുതമെന്നാമുണ്ടല്ലോ, യേശുവിന്റെ അത്ഭുതമെന്നാമുണ്ടല്ലോ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമലിന്നെ കാത്തിടുവാൻ ദൈവദൂതൻ വരുന്നരികിൽ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമലിന്നെ കാത്തിടുവാൻ ദൈവദൂതൻ വരുന്നരികിൽ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എന്റെ കൂടെയുണ്ടല്ലോ. സകലവും സാധ്യമാകുവാൻ അത്ഭുതമെന്നാമുണ്ടല്ലോ. എന്റെ യേശുവിന്റെ അത്ഭുതമെന്നാമുണ്ടല്ലോ. എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്നത്തെ ആരാധന അനുഗ്രഹമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കും എക്സോട്ടേഷനും ഒക്കെയായി നമുക്ക് ഇന്ന് കർത്താവിന് നന്ദി പറയാം. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് നമ്മളെ ഇത്രത്തോളം നടത്തിയല്ലോ. വഴി നടത്തിയ നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഉള്ള ഹൃദയത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം, വചനത്തെ കേൾക്കുവാനായിട്ട്. ദാഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവർക്ക് കർത്താവ് ഇന്ന് നിറച്ചു തരും നിശ്ചയം. പാഴും ശൂന്യമായി കിടന്ന ഭൂമിയെ ദൈവത്തിന്റെ വായിലെ വാക്കിനാൽ സൃഷ്ടിച്ചുവെങ്കിൽ നമ്മളിലുള്ള ശൂന്യ അവസ്ഥകളെ ഇന്ന് കർത്താവ് മാറ്റി ചില പുതിയതിനെ സൃഷ്ടിച്ചു തരും. ഇതാ ഞാൻ സകലത്തെയും പുതുതാക്കുമെന്ന് ദൈവവചനം പറയുന്നുവെങ്കിൽ കർത്താവ് വാക്ക് മാറത്തില്ല, പുതുതാക്കുക തന്നെ ചെയ്യും. കർത്താവിന്റെ വായി കൽപ്പിക്കുന്ന പുതിയ പേർ നമ്മെ വിളിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ വചനം കേട്ടനുസരിച്ച ആരെയും ഇന്ന് വരെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല, നിറച്ചിട്ടേ ഉള്ളൂ, കർത്താവ് വളർത്തിയിട്ടേ ഉള്ളൂ. ഇന്ന് വചനം കേൾക്കുന്ന നമ്മുടെ ഉള്ളില് ആ കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലുമാണല്ലോ. അതെ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവദാസനായിട്ട് പ്രാർത്ഥിക്കാം. വചനം പറയുമ്പോൾ അത് നമ്മൾ കേൾക്കുന്ന നമ്മുടെ ഉള്ളിൽ അത് വലിയ വിടുതലായും ആശ്വാസമായും തീരുവാൻ, കർത്താവിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് നന്മയും പൂർണ്ണ പ്രസാദവും ഉള്ളൊരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കർത്താവിന് പരിശുദ്ധാത്മാവിനോട് നമ്മളെ സഹായിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പ ഹല്ലേലൂയ, നന്ദിയോടെ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് കർത്താവേ ഒരു മനുഷ്യരൂപത്തിൽ താന്നു വന്ന് കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നുവല്ലോ. അങ്ങയുടെ രക്തം ഇന്നും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ.
കർത്താവെ ജീവനുള്ള അങ്ങയുടെ വചനം, ഇരുവാൾ തലയേക്കാൾ മൂർച്ചയുള്ള അങ്ങയുടെ വചനം, അതെ കർത്താവെ, വചനം അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വിടുവിക്കണമേ കർത്താവെ. അങ്ങയുടെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണല്ലോ കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ഞങ്ങൾ ഓരോരുത്തരോട് ഇടപെടണമേ അപ്പാ. ഹല്ലേലൂയ. വചനം പറയുന്ന ദേവദാസിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, ധൈര്യത്തോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും നിന്നുകൊണ്ട് വചനം പറയുവാനും കർത്താവെ, വചനം പറയുമ്പോൾ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുവാൻ എന്റെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ. സൗഖ്യമാക്കുവാൻ അപ്പന്റെ കരം നീട്ടണമേ കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് വചനം പറയുവാൻ അപ്പൻ സഹായിക്കണമേ. കേൾക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്ന ഞങ്ങളുടെ ചെവികളെ, ഹൃദയത്തിന്റെ ചെവികളെ അപ്പൻ തുറക്കണമേ. ഹൃദയത്തിന്റെ കണ്ണുകളെ അപ്പ തുറക്കണമേ കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കർത്താവെ, അങ്ങേക്ക് ഞങ്ങളെ പറ്റിയുള്ള പ്ലാനും പദ്ധതിയും എല്ലാം കർത്താവെ അതിലേക്ക് കൊണ്ടുവരുന്നതാക്കി തീർക്കണമേ. വചന കേൾവിയെല്ലാം കർത്താവെ നല്ല നിലങ്ങളാക്കി തീർക്കണമേ. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് ഓരോരുത്തരോട് വിടണമേ, സംസാരിക്കണമേ കർത്താവെ. ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളോട് ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. വീണ്ടും വരുന്നവനായ സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും ബന്ധനത്തെയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അറിയിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസാന്നിധ്യം എല്ലാവരും കൂടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളെല്ലാം ദൈവം നമ്മളെ വഴി നടത്തി 2024 അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിലും ഈ വർഷം മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് നമ്മുടെ കരം പിടിച്ച് വഴി നടത്തി നമ്മളെ സൂക്ഷിച്ചതിനെ ഓർത്ത് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷകൾ കേൾക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയുടെ അവകാശിയായി തീരുവാൻ, ക്രിസ്തുവിനോട് ചേരുവാൻ, ജീവിതങ്ങൾക്ക് മാറ്റം വരുവാൻ, ക്രിസ്തു ഛായയിലേക്ക് മാറ്റപ്പെടുവാൻ, ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ, ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, ഈ ദിവസങ്ങളിലും ദൈവപ്രവർത്തികൾ ജീവിതങ്ങളുടെ മേൽ വ്യക്തമായി വെളിപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുവാൻ മടിക്കരുത്. അതല്ലെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലരെയും മുഖാമുഖം അറിയില്ലെങ്കിലും കർത്താവ് എല്ലാവരെയും അറിയുന്നു. ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നാം എല്ലാവരും കാണുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തകളിലേക്ക് കടന്നു പോകാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആരാധന, നല്ല ആലോചന പരിശുദ്ധാത്മാവാം ദൈവം പ്രിയദാസനോടെ കേൾപ്പിക്കാനിടയായല്ലോ. ജയത്തോടെ തന്നെ നടത്തുന്നൊരു ദൈവം നമുക്കുള്ളതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമുക്ക് പഴയ നിയമ പുസ്തകത്തിൽ നിന്നും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 46 അധ്യായത്തിൻ്റെ 10 വാക്യം നമുക്ക് ആമുഖമായിട്ട് വായിക്കാം. ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ആമേൻ. കേൾപ്പിക്കപ്പെട്ട ദൈവിക വചനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഡിക്ലെയറിംഗ് ദി എൻഡ് ഫ്രം ദ ബിഗിനിങ് ആൻഡ് ഫ്രം ഏൻഷ്യന്റ് ടൈംസ് തിങ്സ് ദാറ്റ് ആർ നോട്ട് യെറ്റ് കം, സേയിങ് മൈ കൗൺസിൽ ഷൽ സ്റ്റാൻഡ് ആൻഡ് ഐ വിൽ ഡു ഓൾ മൈ പ്ലഷർ. ദൈവത്തിന് മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ. ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ച സമയം മുതൽ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മളെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മൾ എന്തായി തീരുമെന്ന്, നമ്മൾ എവിടെ എത്തുമെന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നുമൊക്കെ അജ്ഞാതമാണ്. അതെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ ഒരുപക്ഷെ കാര്യങ്ങൾ നടന്നില്ലായിരിക്കാം. ചിലരൊക്കെ പറയാറുണ്ട്,
ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷെ പല പ്രതീക്ഷകളും അസ്തമിച്ചു പോയി. സ്തോത്രം, ഇനിയിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല, ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ദൈവം പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളല്ല. നിങ്ങൾ ചിന്തിക്കുന്നത് പോലല്ല സംഭവിക്കുന്നത്. ഒരു കാര്യം തുടങ്ങുമ്പോൾ അതിൻ്റെ അവസാനം അറിയുന്നവൻ ഞാനാണെന്ന് ദൈവം പറയുകയാണ്. അതെ, ഇനിയിപ്പോൾ ഇന്ന് വരെ സംഭവിച്ചത് ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയ എല്ലാ അനുഭവങ്ങളും ഒരുപക്ഷെ തിക്താനുഭവങ്ങളായിരിക്കാം, മധുരതരമായ അനുഭവങ്ങളായിരിക്കാം, സുഖകരമായിരിക്കാം, ഉയർച്ചകളായിരിക്കാം, താഴ്ചകളായിരിക്കാം, തകർച്ചകളായിരിക്കാം, വേദനകളായിരിക്കാം, മുറിവുകളായിരിക്കാം, ത്യജിക്കപ്പെട്ട അനുഭവങ്ങളായിരിക്കാം. ഒരുപക്ഷെ എന്ത് അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും എല്ലാം അറിയുന്നത് നല്ല കർത്താവിൻ്റെ അടുക്കിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സകലതും അറിയുന്ന ദൈവം, സ്തോത്രം, ആ ദൈവം പറയുകയാണ്, ഞാൻ പ്രസ്താവിക്കുന്നു, എൻ്റെ ആലോചന നിവൃത്തീകരിക്കപ്പെടും. ഇന്ന് ജീവിതത്തിൽ ഏത് അവസ്ഥയിലാണെങ്കിലും ദൈവം പറയുകയാണ്, എൻ്റെ ആലോചന നടക്കത്തുള്ളൂ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവിക പദ്ധതികൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ ദിവ്യ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ആമേൻ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, ദൈവത്തെ മുഖത്തേക്ക് നോക്കിയാണ് നമ്മൾ ഇറങ്ങിയതെങ്കിൽ നമ്മളെത്തേണ്ട മണ്ഡലങ്ങളിൽ ദൈവം നമ്മളെ എത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതെ, ചിലരൊക്കെ ചിന്തിച്ചേക്കാം, എനിക്ക് മുമ്പേ ഇറങ്ങിയവർ, എനിക്ക് മുമ്പേ ജീവിതത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന അനേകർ എന്നെക്കാളും നല്ല ജീവിത തലങ്ങളിൽ, ജീവിതാനുഭവങ്ങളിൽ, ശ്രേഷ്ഠമായ അനുഭവങ്ങളിൽ, ഉയർച്ചകളിലൊക്കെ പ്രാപിച്ചു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പലതും ഞാൻ നേടാമെന്ന് ചിന്തിച്ചു. പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ഒരുപക്ഷെ ജോലിയിലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഭാവിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം, ഒരുപക്ഷെ തലമുറയെ പറ്റിയുള്ള വിഷയമായിരിക്കാം, നമ്മുടെ വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയമായിരിക്കാം. പക്ഷേ ദൈവം പറയുന്നു, ദൈവത്തിന് നമ്മുടെ ജീവിതത്തെപ്പറ്റി വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. അത് ഒരു മാസ്റ്റർ പ്ലാനാണ്. ആ മാസ്റ്റർ പ്ലാൻ, അത് മാസ്റ്ററിൻ്റെ പ്ലാനാണ്. ആ മാസ്റ്റർ പ്ലാൻ മാത്രമേ നടക്കത്തുള്ളൂ. മാസ്റ്ററിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, മാസ്റ്ററിൻ്റെ വോയിസാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ, നമ്മുടെ ഇടയൻ്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ, നമ്മളെ എത്തേണ്ട മണ്ഡലങ്ങളിൽ എത്തിക്കുവാൻ കഴിയുന്ന ഒരു ഇടയൻ, നല്ല ഇടയനായവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതെ, പക്ഷേ പലപ്പോഴും ഇനിയിപ്പോൾ എനിക്ക് അത് നമ്മുടെ ഒരുപക്ഷെ ആത്മീയമായ മണ്ഡലങ്ങളിലായിരിക്കാം പലരും ചെയ്യാൻ കഴിയുന്നത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ കാര്യങ്ങൾ ചെയ്തവരുണ്ട്, വളരെ കാര്യങ്ങൾ നേടിയവരുണ്ട്. പക്ഷെ അതുപോലെയൊക്കെ എനിക്കായി തീരാൻ സാധിച്ചില്ലോ എന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഓരോരുത്തരെ പറ്റിയും വ്യത്യസ്തമായ സ്തോത്രം പദ്ധതികളാണ്. അതുകൊണ്ട് മറ്റൊരാളായി തീരുവാൻ നമുക്ക് കഴിയത്തില്ല. വി ആർ യുണീക്ക് ഇൻ ഗോഡ്സ് ഐസ്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്, നമുക്ക് മറ്റൊരാളായി തീരാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിലും മറ്റെങ്ങും നോക്കണ്ടവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുന്നേറാൻ തയ്യാറാകുക. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ എന്താണ് കണ്ടിരിക്കുന്നത് നിവൃത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവയുടെ നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും ഒരുപക്ഷെ കണ്ണീരിൻ്റെയും സുഖകരമായ ഉന്നതമായ പദവികളിലും ഒക്കെ ആയിരിക്കാം, എന്ത് അനുഭവത്തിനാണെങ്കിലും ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? അതെ, ദൈവത്തിന് നമ്മളെ പറ്റിയോ ഓരോരുത്തരെ പറ്റിയുള്ളതും ശ്രേഷ്ഠമായ ഒരു ദൈവിക പദ്ധതിയുണ്ട്. അത് ഒന്നല്ല, അനവധി പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന, ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടിയവർക്ക്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുത്തവർക്ക്, ദൈവത്തിൻ്റെ കരങ്ങൾക്കുള്ളിൽ താഴ്ത്തി കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ഈ ദിവസങ്ങൾ സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവിക നിയന്ത്രണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, എത്തേണ്ട ദിശകളിൽ എത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഇന്ന് ആരാധിക്കുന്നതെന്ന് മറന്നു പോകരുത്. ആ ദൈവം മരിച്ചിട്ടില്ല, നീക്കും ജീവിക്കുന്നവനായി തുടരുന്നു. ആ ദൈവം ഒരു കെട്ടുകഥയല്ല. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഇന്നും സൗഖ്യമാക്കുന്നു. ആ ദൈവം ഇന്നും എന്നെ ആശ്വസിപ്പിക്കുന്നു. ആ ദൈവം ഈ ദിവസങ്ങളിൽ എൻ്റെ കരം പിടിക്കുവാൻ താല്പര്യപ്പെടുന്നു. ആ ദൈവം ഇന്നും എന്നോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ആമേൻ. ആ ദൈവം എന്നെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പറ, എൻ്റെ ദൈവം എന്നെ കൈവിടത്തെ, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം എന്നെ വിടുവിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്.
ഹല്ലേലൂയ. ആ കർത്താവിന് എത്ര ആയിരിക്കുന്ന സ്ഥാനങ്ങളൊന്ന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകും. ഒരുപക്ഷെ ജീവിതത്തിൽ എവിടെയൊക്കെയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ടുണ്ട്, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ദൈവകരങ്ങൾ ഏൽപ്പിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം നടന്നാലോ ആമേൻ സ്തോത്രം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ ഒരു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആ പാത്രം ആമേൻ ചീത്തയായി പോയപ്പോഴും അത് വീണ്ടും ഒരു ശ്രേഷ്ഠമായൊരു പാത്രമാക്കി മാറ്റുന്ന മറ്റൊരു ആമേൻ സ്തോത്രം ഒരു പ്രവൃത്തി ആ ദൈവവചനത്തിലൂടെ നമ്മൾ ആമേൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം തകർന്നാലും എന്തെല്ലാം തരിപ്പണമായാലും ഒരു കാര്യം തിരിച്ചറിഞ്ഞു സ്തോത്രം, ഒരു പളുങ്ക് പാത്രം ഉടഞ്ഞു പോയതുപോലുള്ള ജീവിതങ്ങൾ ഇതിനകത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, അതിനെ വീണ്ടും എടുത്തിട്ട് തൻ്റെ കരങ്ങളിൽ പണിതെടുക്കുവാൻ കഴിയുന്ന ആമേൻ മാനപാത്രമാക്കി മാറ്റുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ആമേൻ അത് അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകുക. അങ്ങനെ ആമേൻ ദൈവം തന്ന അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ ഈ ദിവസങ്ങളിലും ഞാൻ എത്തേണ്ട മണ്ഡലങ്ങൾ ഞാൻ എത്തുമെന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറ. എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിക്കുള്ളിൽ തന്നെയാണ് ഞാൻ. ഹല്ലേലൂയ സ്തോത്രം. എന്തെല്ലാം വിപരീതമായി നടന്നാലും ഇന്ന് വിശ്വാസത്തോടെ പറയണം, ദൈവത്തിൻ്റെ ആമേൻ കരങ്ങളിലാണ് കർത്താവിൻ്റെ വേണ്ടി ഞാൻ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലും ഞാൻ ചലിക്കുന്ന പാതകളിൽ, ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ വഴിതെറ്റിപ്പോകത്തില്ല. എത്തേണ്ട മണ്ഡലങ്ങളിൽ എൻ്റെ ദൈവം എത്തിപ്പാൻ തക്കവണ്ണമിടയാകും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവത്തിന് ഓൾറെഡി അറിയാം, നമ്മളെ പറ്റിയുള്ള പദ്ധതി ദൈവത്തിനറിയാം, എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിനറിയാം. പത്രോസ് പറയുന്നുണ്ട്, പത്രോസ് കർത്താവേ ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, പത്രോസേ നീ അറിയുന്നതിൽ കൂടെ ഞാൻ നിന്നെ അറിയാം. ഇസ്രായേൽ കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് ആമേൻ വീരവാദം മുഴക്കിയ പത്രോസിനോട് യേശു പറഞ്ഞു. അപ്പോൾ സകലതും അറിയുന്ന ഒരു യേശുവിനെ ആരാധിക്കുന്നത്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ അടുക്കിലേക്കാണ് നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത്. ആ ദൈവത്തിന് സകലതും അറിയാം. ആ ദൈവത്തിന് എൻ്റെ ചിന്തകൾ പോലും അറിയാൻ സാധിക്കുന്നു. ആ ദൈവത്തിന് എൻ്റെ ഉദ്ദേശങ്ങൾ പോലും അറിയാൻ സാധിക്കുന്നു. ആ ദൈവത്തിന് ഞാൻ എന്തായി തീരുമെന്ന് ദൈവത്തിന് അറിയാൻ സാധിക്കും. നാളെ എന്ത് നടക്കുമെന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെയാണ് കൺട്രോള്. അതുകൊണ്ട് നാളെയെപ്പറ്റി ഓർത്ത് ദുഃഖിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം പറഞ്ഞാൽ എൻ്റെ ദൈവത്തിന് നാളെ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അപ്പോൾ അവിടെ യൂദാസിനെ പറ്റിയും കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്. അപ്പോൾ തന്നെപ്പറ്റി അവിടെ യൂദാസിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് യേശുക്രിസ്തുവിന് ഓൾറെഡി അറിയാമായിരുന്നു. അപ്പോൾ യൂദാസ് ചോദിക്കുന്നുണ്ട്, നിന്നെ ഒറ്റിക്കൊടുക്കുന്ന ഞാനാണോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുന്നുണ്ട്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പോലും യേശു യൂദാസിനെ പറ്റി പറയുന്നൊരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ത് നടക്കുമെന്ന് അറിയുന്ന ജാതകക്കാരനും സ്തോത്രം പ്രശ്നക്കാരനുമല്ല, അത് സ്തോത്രം ഇന്ന് ജ്യോതിഷക്കാരനുമല്ല, അറിയുന്നവൻ ദൈവമാണ്. എന്തെങ്കിലുമൊക്കെ ജാതകത്തിലോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ച് ഭയപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവിക വചനപ്രകാരം ഏൽപ്പിച്ചു കൊടുത്ത ദൈവവൈദ്യൻ്റെ ജീവിതത്തിന് മേൽ അത് മാത്രമേ നടക്കത്തുള്ളൂ. ഒന്നിനും നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുവാനോ അധികാരം നടത്തുവാനോ സാധിക്കത്തില്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവിക പദ്ധതികളിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. പൈശാചിക കരങ്ങളിൽ നിന്നും ദൈവം എന്നെ പിടിച്ചെടുത്ത് ദൈവിക പദ്ധതിക്കുള്ളിലാക്കി തീർത്ത ദൈവിക സ്നേഹത്തിനായിട്ട്, ദൈവിക കരുതലിനായിട്ട്, ദൈവിക യാഗത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകും. സ്തോത്രം. ആയിരിക്കുന്ന സ്ഥാനങ്ങൾ വിശ്വാസം പറ, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ നടക്കത്തുള്ളൂ, ശത്രുവിൻ്റെ പദ്ധതി നടക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ഇറങ്ങിയ ദൈവ മക്കളുടെ ജീവിതത്തിൻ്റെ മേൽ തളർച്ചകളും തകർച്ചകളും ഒക്കെ വന്നാലും ആമേൻ ദൈവം നമ്മുടെ കൂടെ വിശ്വസ്തനായിരിക്കും. നമ്മൾ കഴിഞ്ഞ നാളിൽ അവിശ്വസ്തരായി തീർന്നിരിക്കാം. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് പോലും അവിശ്വസ്തരായി തീർന്ന അനവധി പേരുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ അവിശ്വസ്തകൾ കടന്നു വന്നേക്കാം. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ വിശ്വസ്തനാണ്. നിങ്ങൾ വിശ്വസ്തയോടെ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ദൈവം എൻ്റെ കൂടെ വിശ്വസ്തനായിരിക്കാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ നിറവേറുകയുള്ളൂ. അതെ, എന്തെല്ലാം ഏത് സാഹചര്യത്തിലാണെങ്കിലും, എന്ത് അസാധ്യങ്ങളുടെ മുമ്പിലാണെങ്കിലും, ഒരുപക്ഷെ ജീവിതത്തിന് ഒരർത്ഥമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദൈവത്തിന് എന്നെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യപരിപാടി ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ,
ദൈവത്തിന് എന്നെപ്പറ്റി ഒരു വിചാരമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം വിളിച്ചത് വെറുതെ വിളിക്കത്തില്ല. സ്തോത്രം. നാട്ടുകാരും വീട്ടുകാരെയൊക്കെ വെറുതെ വിളിക്കും, ഫോണിലൊക്കെ വിളിക്കും. പക്ഷേ ദൈവം വിളിച്ചാൽ, മോശെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, എബ്രഹാമെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, പത്രോസെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, അതിൻ്റെ പിന്നിൽ ദൈവിക പദ്ധതിയുണ്ട്. ആമേൻ. അതിൽ ദൈവികമായ ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്, ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെതായ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങൾ അതിന് അറിയുവാൻ വേണ്ടി ഒരു ആഗ്രഹം, ഒരു ദൈവിക ഒരു തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിൻ്റെ മേലുണ്ടെങ്കിൽ അതിനെ വെളിപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കും. സങ്കീർത്തനത്തിൻ്റെ 39:4 സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും. ഇൻഷുറൻസുകാരൻ അറിയത്തില്ല കേട്ടോ. സ്തോത്രം. നിങ്ങൾ നമ്മുടെ ആയുസ് എത്രയാണെന്ന്, നമ്മുടെ ആയുസ് എത്രയാണെന്ന് അറിയുന്നവൻ ദൈവം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാനൊന്ന് അറിയുമാറാകട്ടെ. 34 അതിൻ്റെ 5-ാം വാക്യത്തിൽ കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. അവിടെ പറയാണ്, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. അപ്പോൾ സങ്കീർത്തനക്കാരനൊരു ആഗ്രഹമുണ്ട്, കർത്താവേ, വാട്ട് ഈസ് മൈ പേർപ്പസ്? എന്നെ അവിടുന്ന് മെനഞ്ഞത് എന്തിനു വേണ്ടിയാണ്? എന്നെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? മറ്റൊരു വ്യക്തിയായി തീരുവാനല്ല, അയൽപക്കംകാരൻ ചെയ്യുന്ന പോലെ ചെയ്യുവാനല്ല, ഭവനത്തിലെ ജ്യേഷ്ഠനോ അനുജനോ ചെയ്തതുപോലെ ചെയ്യുവാനല്ല, പിതാവ് ചെയ്തതുപോലെ ചെയ്യുവാനല്ല. ദൈവം വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവിക പദ്ധതികൾ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ മേലും. അപ്പോൾ അതിനൊരു ആഗ്രഹം വേണം നമുക്ക്. വി ഹാവ് ടു ഹാവ് എ പേർപ്പസ് ഡ്രിവൻ ലൈഫ്. കർത്താവ് എന്ന പുസ്തകം നമുക്ക് പലരും വായിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ ആമേൻ ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ മേലും ദൈവികമായ പേർപ്പസ് ഉണ്ട്. അത് വ്യത്യസ്തമാണ്. അത് മാത്രമല്ല, കോമൺ ആയിട്ടുള്ള പർപ്പസും ഉണ്ട്. അതിലേക്ക് പൂർണ്ണമായിട്ടും നമുക്ക് കടന്നു വരാൻ സാധിക്കത്തില്ല. എങ്കിലും അത് 2-3 തൊടുവാൻ കഥാവിൽ താല്പര്യപ്പെടുകയാണ്. അവിടെ ഒരു ദൈവിക പദ്ധതിക്കുള്ളിലായിരുന്നു ആദവും ഹവ്വയും. അവിടെ സൺഡേ സ്കൂളിൽ അല്ലെങ്കിൽ സ്ക്രിപ്ചർ ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾക്ക് പോലും ആദത്തിൻ്റെയും ഹവ്വയുടെയും കഥയല്ല സംഭവിച്ചത് എന്താണെന്നറിയാം. അപ്പോൾ അവിടെ ഒരു ദൈവികമായ പദ്ധതിയെ തകർക്കുവാൻ അവരുടെ ജീവിതത്തിൽ ദൈവം ഉന്നതവും ശ്രേഷ്ഠവുമായൊരു പദ്ധതിയായിരുന്നു കണ്ടിരുന്നത്. ഇത് കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ദൈവം പദ്ധതി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠമായതായിരിക്കും. എൻ്റെ പദ്ധതികൾ, എൻ്റെ പ്രോജക്റ്റുകൾ പലതും സ്തോത്രം എനിക്ക് ശ്രേഷ്ഠമായി തോന്നിയേക്കാം. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ അത് ശ്രേഷ്ഠമായിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ദൈവിക പദ്ധതികൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ കർത്താവെ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസം അതെന്താണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. അവിടെ ഈ യുവദമ്പതികളുടെ ജീവിതത്തിൽ ദൈവം ശ്രേഷ്ഠമായ പദ്ധതികളാണ് ഒരുക്കിയിരിക്കുന്നത്. വായിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അവിടെ അവർക്കെതിരെ ഒരു ശത്രു ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായിരുന്നില്ല. ഇന്നൊരു കാര്യം തിരിച്ചറിയാം. തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന് ശ്രേഷ്ഠകരമായൊരു പദ്ധതി കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ശത്രുവിനും തകർക്കുവാനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി പണിതെടുക്കുവാനുള്ള പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി ശുഭമായ ഭാവിക്കുള്ള പദ്ധതിയാണ്, തകർക്കുവാനുള്ള പദ്ധതിയല്ല. പക്ഷേ ഒരു സത്യമുണ്ട്, ആമേൻ, ദൈവ മക്കൾക്കെതിരെ നിരന്തരം വാദിക്കുന്ന അല്ലെങ്കിൽ സ്തോത്രം കെണിയൊരുക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഭയപ്പെടാൻ വേണ്ടിയല്ല പറഞ്ഞത്. ആമേൻ, ഹവ്വായെ ഉപായത്താലാണ് അവൻ ചതിച്ചത്. അതുകൊണ്ട് ദൈവവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, കൊറിന്ത്യസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ്, സർപ്പം ഹവ്വായെ വഞ്ചക സർപ്പം ഹവ്വായെ വഞ്ചിച്ചതുപോലെ നിങ്ങളും നിങ്ങൾ നിഷ്കളങ്കതയെ ശത്രു ചൂഷണം ചെയ്യാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ആദ്യത്തെ അവരെത്തേണ്ട തലങ്ങളിൽ എത്തുവാൻ തക്കവണ്ണം ഇടയാകാതിരുന്നതിൻ്റെ കാരണം, ആദ്യത്തെ പാപം എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിനു മുമ്പ് അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നത് അനുസരണക്കേടായിരുന്നു.
പിശാചിനെ പറ്റി, അവൻ്റെ ദൂതന്മാരെ പറ്റി ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയാതെ തന്നെ അറിയാം. പക്ഷെ മനുഷ്യനെ പറ്റിയുള്ള പദ്ധതി, മനുഷ്യനെ നരകതിയിൽ എറിയുവാനല്ല ദൈവം കണ്ടത്, ഇന്നും കാണുന്നതും. അതുകൊണ്ട് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുമ്പോൾ പറയുന്നു, ആരും നശിച്ചു പോകാതെ അവരെല്ലാവരും നിത്യത പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ സ്വന്തം പുത്രനെ അവൻ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അപ്പോൾ ദൈവത്തിന് മാനവരാശിയെപ്പറ്റി ഉള്ളിൽ പ്രതീക്ഷയും പ്രത്യാശയും അവരുടെ ജീവിതത്തിൽ രക്ഷയും അനുഭവങ്ങളും അവർക്ക് സ്വസ്ഥമായൊരു ജീവിതവുമായിരുന്നു ആദാം ഹവ്വ ദമ്പതികളുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ അനുസരണക്കേട് സ്ത്രീയിലൂടെ വന്നപ്പോൾ അത് ആമേൻ നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും ഭർത്താവിന് കൊടുത്തു. സ്വയം കഴിക്കുക മാത്രമല്ല, അത് ഭർത്താവിനൂടെ കൊടുത്തു. ആമേൻ രണ്ടുപേരുടെയും കണ്ണുകൾ തുറന്നു. അവിടെ പറയുന്നു, ദൈവത്തിൻ്റെ അവിടെ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്തായി പോവുകയാണ്. പിന്നീട് അലഞ്ഞു നടക്കുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ വന്നു. യാതനകളുടെ അനുഭവം വന്നു, വേദനകളുടെ അനുഭവം വന്നു. അപ്പോൾ ഇരിക്കേണ്ട സ്ഥാനത്തിരിക്കാതെ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ദൈവം കണ്ടിട്ടും ശ്രേഷ്ഠവും ഉന്നതമായ പദ്ധതികൾ ദൈവിക ഹൃദയത്തിനുണ്ടായിരുന്നിട്ടും അനുസരണക്കേട് വന്നതുകൊണ്ട് വേദനയോടെ പ്രസവിക്കുവാനും ആമേൻ വിയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കുവാനും മനുഷ്യനിടയായി തീർന്നു. ശാപം ഭൂമിയിലേക്ക് കടന്നു വന്നു. പിന്നെ അങ്ങോട്ട് നടന്ന കാര്യങ്ങൾ വചനം വായിക്കുന്നവർക്ക് വ്യക്തമായിട്ടറിയാം. ഹല്ലേലൂയ. പക്ഷേ ഇതെല്ലാം നടന്നിട്ടും ദൈവത്തിന് പ്രത്യാശ പോയിട്ടില്ലായിരുന്നു. ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ വീണ്ടും എടുക്കും, ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. ഒരു ദൈവിക മാസ്റ്റർ പ്ലാൻ തൻ്റെ പുത്രനിലൂടെ കർത്താവ് ദൈവം കണ്ടു. അതിൻ്റെ 3:15 നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. ആ മാനവരാശിയെ ബന്ധിച്ച പൈശാചിക ശക്തിയെ, സ്തോത്രം, ഒരു രണ്ടാം ആദാമായി പിറന്ന യേശു കർത്താവ് വന്നിട്ട് അവൻ്റെ തലയെ കാൽവെടി കുരിശിൽ തകർത്തു, ജയമെടുത്തു. പിശാചി ബന്ധിച്ചവനെ യേശു പുറത്തു കൊണ്ടുവന്നു. യേശുവിൽ വിശ്വസിക്കുന്നവന് ഇന്ന് പൈശാചികമായ ശക്തികളിൽ നിന്ന് വിടുതലുണ്ട്, ശാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതലുണ്ട്, നിത്യയുടെ അവകാശിയായി തീരുവാനുള്ള അവകാശമുണ്ട്. ദൈവമക്കളെന്ന അധികാരത്തിലേക്ക് കരം പിടിച്ചുയർത്തിയ ആ ദൈവിക പദ്ധതിക്കായിട്ട് എത്ര ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യും. ദൈവം ഒരുവനെ വിളിക്കുമ്പോൾ വെറുതെ വിളിക്കുകയില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അല്ലേ? സ്തോത്രം. അപ്പോൾ എബ്രഹാമിനെ ഊരിൽ വെച്ച് ദൈവം കണ്ടു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അബ്രഹാം ആണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഏകദേശം ഇറാഖിലാണെന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ എബ്രഹാമിനെ പറ്റി ദൈവത്തിന് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു, ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. ആ മാസ്റ്റർ പ്ലാനാണ് ഇന്ന് ഇസ്രായേലിലും ആ മാസ്റ്റർ പ്ലാനാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർന്നിട്ടില്ല. ആ മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. അവിടെ യേശുക്രിസ്തു അല്ലെങ്കിൽ ലോകത്തിൻ്റെ രക്ഷിതാവായി പിറക്കുവാനുള്ളവൻ അബ്രഹാമിൻ്റെ വംശാവലിയിൽ നിന്ന് പിറക്കണമെന്ന് ദൈവം പദ്ധതി ഉണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞ ശത്രു അതിനെ തകർക്കുവാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, അപ്പോൾ എബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ എബ്രഹാം ആ ദൈവശബ്ദം കേട്ടു. ഒരു കാര്യം മനസ്സിലായി, എന്നെ വിളിക്കുന്നത് ഹല്ലേലൂയ എൻ്റെ അമ്മായിയപ്പനല്ല, എന്നെ വിളിക്കുന്നത് പള്ളിയിലച്ഛനല്ല, എന്നെ വിളിക്കുന്നത് പാസ്റ്ററല്ല, എന്നെ വിളിക്കുന്ന ഒരു പ്രവാചകനുമല്ല, എന്നെ വിളിച്ചത് തേജവാനായ ദൈവമാണ്. ഞാൻ കേൾക്കുന്ന ശബ്ദം ദൈവശബ്ദമാണ്. സ്തോത്രം. കേൾക്കുന്ന ശബ്ദം ദൈവശബ്ദമാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, ആ നിമിഷത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഒരു ദൈവിക പദ്ധതികളിലേക്ക് ഈ ദിവസങ്ങൾ ആദ്യത്തെ കാഴ്ചകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞു. സ്തോത്രം. പിന്നീട് അടുത്ത കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി നിങ്ങൾ വിശ്വാസത്തെ കാത്തിരിക്കുക. ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കും. ഈ ദിവസങ്ങൾ പ്രൊക്രാസ്റ്റിനേഷൻ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. പല പ്രാവശ്യം ദൈവശബ്ദം കേട്ടിട്ടും ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകാതെ ആ ദൈവത്തെ ശബ്ദത്തിന് മറുതലിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ രണ്ടാം കോളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ. ഒരിക്കൽ കൂടി ഒന്ന് സമർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്.
സ്തോത്രം. എന്തായിരുന്നു പദ്ധതി? ദൈവത്തിന്റെ പദ്ധതി എന്ന് വാട്ട് ഈസ് എ പ്ലാൻ ഓഫ് ഗോഡ്? സ്തോത്രം. ഇന്ന് ആ പദ്ധതി മറ്റൊന്നുമല്ല. നിന്നെ ഞാനൊരു ജാതിയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവർ പോലും അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഉന്നതവും ശ്രേഷ്ഠവുമായൊരു ദൈവിക പദ്ധതിയിലേക്ക് വിളിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. വിളിക്കേണ്ടവൻ ആരാണെന്ന് ദൈവത്തിനറിയാം. വിളിക്കേണ്ടവനെ ദൈവം വിളിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഒരു വിളിയുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ പുറത്തിറക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ആ ശബ്ദം കേട്ട എബ്രഹാം തേജോമാനായ ദൈവത്തെ ഊരിൽ വെച്ച് കണ്ടപ്പോൾ എന്ന് കണ്ടതുപോലെ ഒരു അനുഭവം വന്നപ്പോൾ അതിനെ സമർപ്പിക്കുവാൻ തക്കവണ്ണം എബ്രഹാം അതിന് അനുസരണയുള്ളവനായി തീർന്നു. അനുസരിച്ച് കാണിപ്പാനിക്ക് ദേശം കാനഡയാന്ന് പറഞ്ഞില്ല, USA ആണെന്ന് പറഞ്ഞില്ല, അയർലൻഡാണെന്നും പറഞ്ഞില്ല, അവൻ ആഫ്രിക്കയാണെന്നും പറഞ്ഞില്ല. പറഞ്ഞു കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വയ്ക്കൂ. റൂട്ട് മാപ്പും കൊടുത്തില്ല. പക്ഷെ വിശ്വാസത്തിൽ ദൈവശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സമർപ്പിക്കുവാൻ തയ്യാറായി. അതെ. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നിന്നിലൂടെ വരുന്ന പുരുഷപ്രജ ഭൂമിയിലുള്ള സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭൂഖണ്ഡങ്ങൾക്കും ആ വ്യക്തി ഒരു അനുഗ്രഹമായി തീരുമെന്ന് പറഞ്ഞത് സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു തന്നെയായിരുന്നു എന്നുള്ളത് സ്തോത്രം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ ആ മാസ്റ്റർ പ്ലാനെ തകർക്കുവാൻ വേണ്ടി പൈശാചിക മണ്ഡലം രാവും പകലും കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അതിനെ തകർക്കുവാൻ വേണ്ടി നോക്കുമ്പോൾ സമയം അല്പം ദൂരത്തായി അല്പം ആ സമയം കഴിഞ്ഞുപോയി എന്ന് സാറായിക്ക് 10 വർഷം കഴിഞ്ഞപ്പോൾ തോന്നി. പറഞ്ഞ വാഗ്ദത്തം നടക്കുന്നില്ല. സാറായി സ്തോത്രം പറഞ്ഞു, ഹാഗാറുണ്ട്, ഒരുപക്ഷെ ദൈവം മറന്നുപോയിരിക്കാം അബ്രഹാമേ നിങ്ങളുടെ കാര്യം. 10 വർഷം മുമ്പ് നിങ്ങൾ കേട്ട ശബ്ദം ഒരുപക്ഷെ ദൈവശബ്ദമായിരിക്കത്തില്ല. വിളിച്ചിറക്കിയിട്ട് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് ഒരുപക്ഷെ ഇന്ന് വരേക്കും ജീവിതത്തിൻ്റെ തലങ്ങളിൽ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് മടുത്തു പോകരുത്, ഇന്ന് തകർന്നു പോകരുത്, ഇന്ന് നിങ്ങൾ മറ്റൊരു ശബ്ദത്തിനും ഏൽപ്പിച്ചു കൊടുക്കരുത്. അനുസരണയോടെ ദൈവകരങ്ങൾക്കുള്ളിൽ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ദൈവം പറയുന്ന കാൽച്ചുവടുകൾ എടുക്കുവാൻ തയ്യാറാണോ? സ്തോത്രം. സമയമാകുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഉന്നതവും ശ്രേഷ്ഠവുമായൊരു പദ്ധതി ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. കാലങ്ങൾക്കും സമയങ്ങൾക്കും പരിധികളും സ്തോത്രം ദൈവത്തിന് വിഷയമല്ല. ഒരു ദിവസവും 1000 വർഷവും യഹോവയ്ക്ക് ഒരുപോലെയാണ്. 1000 വർഷവും ഒരു ദിവസവും യഹോവയ്ക്ക് ഒരുപോലെയാണ്. സ്തോത്രം. അവിടെ പറയുകയാണ് എൻ്റെ ദാസിനെ തൻ്റെ ഭർത്താവിന് കൊടുക്കുമ്പോൾ അവിടെ ജനസിസ് 3 അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുണ്ട്, അബ്രഹാം സാറായിയുടെ വാക്കനുസരിച്ചു. ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ ഭാര്യയുടെ വാക്കനുസരിച്ച് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന തലമുറയുടെ ജീവിതത്തിൽ വന്ന അപജയം ഇന്നും മാറിയിട്ടില്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തകർച്ചകൾ വന്നിട്ട് പലതലങ്ങളിൽ പ്രശ്നങ്ങൾ അവർക്ക് നേരെ ആഞ്ഞടിച്ചപ്പോഴും അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവത്തിൻ്റെ കരം അവരെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു, അവരെ വഴി നടത്തിക്കൊണ്ടിരുന്നു. ദൈവിക പദ്ധതികൾ മാറിപ്പോയില്ല കേട്ടോ. അവിടെ അബ്രഹാമും സാറായും ഒരുപക്ഷെ അവിശ്വാസത്തിൽ കടന്നു വന്നെങ്കിലും അവിശ്വാസം ചെയ്യുന്നുവെങ്കിലും തിരുവചനം പറയുകയാണ് സ്തോത്രം, ദൈവിക പദ്ധതിക്ക് മാറ്റം വന്നില്ല. അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ തന്നെ ദൈവം അത് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നേക്കാം, കുറവുകൾ വന്നേക്കാം. പക്ഷേ പിന്നെ ചില വർഷങ്ങൾ ദൈവശബ്ദം ഒരുപക്ഷെ അബ്രഹാം കേട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവശബ്ദം അബ്രഹാമിനെ തേടിയെത്തി. മലാക്കി പ്രവാചകന്റെ പുസ്തകം തൊട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏകദേശം ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന 400 വർഷങ്ങളോളം ദൈവശബ്ദം ഭൂമിയിൽ വന്നിട്ടില്ല എന്ന് പറയുന്ന സ്തോത്രം വേദപണ്ഡിതന്മാരുണ്ട്. പക്ഷേ അതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിക്ക് തടങ്കലല്ല. ദൈവിക പദ്ധതികൾ ഈ ദിവസങ്ങളിൽ നിശബ്ദമായിരിക്കുമ്പോഴും ഈ ദിവസങ്ങളിലും ഒരുപക്ഷെ ചില കാത്തിരിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. അതേ ദൈവം വിളിച്ചിറക്കിയ ദൈവജനം മരുഭൂമിയിൽ നടകൊള്ളുമ്പോൾ ചൂടേറിയ മരുയാത്രയിൽ ചെങ്കടല് കടന്ന് ചോരത്തളി പെസഹായും ആചരിച്ച ജനം ചെങ്കടല് കടന്നിട്ട് ചെങ്കടലിനെ കടന്ന്
മരുഭൂ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ ആരോ മോശയോട് ചോദിച്ചു കാണും, മോശേ 20 ലക്ഷം ജനത്തിന് എവിടെ നിന്ന് നിങ്ങൾ ഭക്ഷണം കൊടുക്കും? സ്തോത്രം, ഇതൊക്കെ മണ്ടത്തരമല്ലേ? വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണോ? പക്ഷെ മോശ ചെങ്കടൽ വിളരുന്നത് കണ്ടതാ. മോശ 10 അത്ഭുതം കണ്ടവനാണ്. സ്തോത്രം, മോശയ്ക്കറിയാം എൻ്റെ ദൈവം മരുഭൂമിയിലും ഈ ദിവസങ്ങൾ മേശ ഒരുക്കുന്ന ദൈവമാണ്. മേഘസ്തംഭം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഫറവോനും സൈന്യവും പിന്നിൽ നിന്ന് അവരെ തകർക്കുവാൻ കടന്നു വന്നപ്പോൾ തിരുവചനം പറയുന്നു, മേഘസ്തംഭം പിന്നോട്ട് മാറി. ഈ ദിവസങ്ങളിലും പിന്നിൽ നിന്ന് പിടിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ എന്നെ തൊടുവാൻ തക്കവണ്ണം ഇടയാകാതെ, ഞാൻ പോലും അറിയാതെ എന്നെ സൂക്ഷിച്ച് എന്നെ എത്തേണ്ട മണ്ഡലങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു വിശ്വസ്തനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ആ മരുയാത്ര കാണിക്കുന്നത് നമ്മുടെ ആത്മീയ യാത്രയാണ്. സിയോൻ കാണിക്കുന്നത് നമ്മുടെ സ്വർഗ സിയോനാണ്. സ്തോത്രം. അതെ, ഞാൻ വിശ്വസിക്കുന്നു യോർദാൻ കാണിക്കുന്നത് മരണ യോർദാനായി ചിത്രീകരിക്കപ്പെടുമ്പോൾ ഈ ദിവസങ്ങളിലും മരണ യോർദാനപ്പുറത്ത് ഒരു വാഗ്ദത്ത ദേശം എന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇസ്രായേൽക്കാർ വഴി നടന്നുകൊണ്ടിരുന്നു. അവർ യാത്ര തുറന്നുകൊണ്ടിരുന്നു. എബ്രഹാമിൽ തുടങ്ങിയ യാത്ര പിന്നീട് മോശയുടെ ജീവിതത്തിലൂടെ ആ യാത്രയെ തുറന്നുകൊണ്ടിരുന്നു. എബ്രഹാം പലയിടങ്ങളിൽ കടന്നുപോയി. എബ്രഹാം കൂടാരങ്ങൾ പാർത്തു. അവിടെ പറയുന്നു, ദൈവം ശില്പിയായി പണിതതും അടിസ്ഥാനമുള്ളതുമായൊരു നഗരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ എബ്രഹാം, തേജോമയനായ ദൈവത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞ എബ്രഹാം, ദൈവം പണിതൊരു ശില്പിയായി നിർമ്മിച്ച ഒരു നരകമല്ല, നഗരം എനിക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ എബ്രഹാം പറഞ്ഞു, എനിക്ക് ഈ ഭൂമിയിൽ ഒരു കെട്ടിടം വേണ്ട, ഞാൻ കൂടാരത്തിൽ പാർത്തോളാം. സ്തോത്രം. പക്ഷെ കൂടാരം അദ്ദേഹം യാത്രയിലായിരുന്നപ്പോഴും നിരന്തരമായി ദൈവിക ശബ്ദം കേട്ടുകൊണ്ട് യാത്രയിൽ അദ്ദേഹം എത്തേണ്ട മണ്ഡലങ്ങൾ ദൈവം എത്തിക്കുകയാണ്. പക്ഷേ എബ്രഹാമിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എബ്രഹാം എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം കൂടാരമടിക്കുമ്പോഴും അതിനോട് ചേർന്നൊരു യാഗപീഠം പണിയാറുണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രേഷ്ഠമായ ചിലത് ജീവിതത്തിൽ ലഭിക്കുമ്പോഴും സ്വന്തം ഗതികേട് എൻ്റെ ജീവിതത്തിൽ വന്നാലും യാഗപീഠം പണിയാൻ മറക്കരുത്. സ്തോത്രം. കുടുംബത്തിനകത്ത് ആരാധന നിന്നു പോകരുത്. ആത്മീയ ജീവിതം ശോഷിച്ചു പോകരുത്. ഈ ദിവസങ്ങളിലും തീക്ഷ്ണത കുറഞ്ഞു പോകരുത്. സുഖവും ദുഃഖവും ഒക്കെ ഒരുപോലെയാണ് എബ്രഹാമിന്. കാരണം ഇതൊന്നുമല്ല എബ്രഹാം കണ്ടത്. അതേ മേഘസ്തംഭത്തിന്റെ പിന്നാലെയാണ് അവർ ഇറങ്ങിത്തിരിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു ആ മേഘസ്തംഭം കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ദൈവമക്കളെ ഈ ദിവസങ്ങൾ മേഘസ്തംഭമായി വഴി നടത്തുന്നവൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരെന്നല്ല എഴുതിയിരിക്കുന്നത്. അനേകർ പരിശുദ്ധാത്മാവിനാൽ നിറയും, അനേകർ കൈയടിച്ചാരാധിക്കും, അന്യഭാഷകളിൽ സംസാരിച്ചേക്കാം. പക്ഷേ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പുള്ളവനെ വാഗ്ദത്തം പ്രാപിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കേട്ട ശബ്ദം വിശ്വാസയോഗ്യമായി ഏറ്റെടുക്കുവാൻ തയ്യാറായ ഒരു മോശയും കൂട്ടരും അവിടെ പറയുകയാണ്, മേഘസ്തംഭത്തിൽ ദൈവം ഇൻ ദ സെന്റർ ഓഫ് ദി വിൽ ഓഫ് ഗോഡ്. മേഘസ്തംഭം ചിലയിടങ്ങളിൽ നിൽക്കും, യാത്രകളിൽ നിൽക്കും. അവിടെ അവർ താമസിക്കും. പിന്നെ ഒരുപക്ഷെ 1 മാസം എടുത്തേക്കാം, ചിലപ്പം 3 ദിവസം എടുത്തേക്കാം. മേഘസ്തംഭം വീണ്ടും നീങ്ങുമ്പോൾ മേഘസ്തംഭത്തിൻ്റെ പിന്നാലെ അവർ കൂടാരത്തിൻ്റെ കുറ്റികൾ അവരെടുക്കും. പിന്നെ മേഘസ്തംഭം പോകുന്നിടത്തേക്കാണ് യാത്ര. മേഘസ്തംഭത്തെ വിട്ട് അവരോടൊത്തും പോകത്തില്ല. മേഘസ്തംഭത്തിന് വഴിതെറ്റത്തില്ല. ഗൂഗിൾ മാപ്പിന് വഴിതെറ്റും, പക്ഷെ ദൈവത്തിൻ്റെ മേഘസ്തംഭത്തിന് വഴിതെറ്റത്തില്ല. പരിശുദ്ധാത്മാവിന് വഴിതെറ്റത്തില്ല. ഹല്ലേലൂയ. യേശുക്രിസ്തുവാകുന്ന നമ്മുടെ നായകന് വഴിതെറ്റത്തില്ല. നല്ലയിടന് വഴിതെറ്റത്തില്ല. നിങ്ങളെ എത്തേണ്ട ദിശകൾ എത്തിക്കുവാൻ കർത്താവ് സർവശക്തനായി വിശ്വസ്തനായി തുടരുകയാണ്. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി ഒന്ന് സമർപ്പിക്കാവോ? യേശുവിലേക്ക് പൂർണ്ണമായിട്ടും ചായുവാനും വിശ്വസിക്കാനും തയ്യാറാകുമോ? ഹല്ലേലൂയ. അവിടെ ഇസ്രായേൽ മക്കൾ ചെല്ലേണ്ട ഇടങ്ങളിലെത്തി. അതെ, ഏലിയാവിനോട് ചോദിച്ചാൽ ഏലിയാവ് പറയും, വർഷങ്ങൾ ഒന്നും നടന്നിട്ടില്ല, ഞാൻ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ആരും അറിയുന്നില്ല. പക്ഷേ ഈ ഏലിയാവ് തിശ്ബേനായി
പെട്ടെന്ന് ഒരു നക്ഷത്രം പോലെ, വെള്ളി നക്ഷത്രം പോലെ ആഹാബിന് മുമ്പിൽ വെളിപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ എന്താണ് നടന്നതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, നിരന്തരമായി മുഴങ്കാലുകൾ മടക്കി ദൈവരാജ്യത്തിന് വേണ്ടി, അതേ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേ വിശ്വസ്തനായ ഒരു അഭിഷക്തനായിരുന്നു. ആ ഏലിയാവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ആകാശമണ്ഡലങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഉരുവായി വന്നപ്പോൾ, ആമേൻ, അവിടെ നിന്നൊരു പ്രശ്നത്തിന് മുമ്പിൽ 3 വർഷത്തോളം ഏലിയാവിനോട് ദൈവം അവിടെ ഒന്നും നടന്നില്ല. 3 വർഷത്തോളം ദൈവം പറഞ്ഞു, ഏലിയാവേ, നീ കെരീത് തോട്ടിൻ്റെ കിഴക്ക് പോയി പാർക്കണം. അവിടെ പോയി പാർത്തു. അത് ദൈവം പറഞ്ഞെടുത്ത് പോയി പാർക്കുവാൻ തയ്യാറായി. അവിടെ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തി നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവന് അവനാണ് ദൈവിക സംരക്ഷണമുള്ളത്. ദൈവിക ഹിതത്തിന്റെ കീഴിൽ യു ഷുഡ് ബി ഇൻ ദ സെന്റർ ഓഫ് വിൽ. ദൈവം പറയുമ്പോഴേ നിങ്ങൾ നീങ്ങാൻ പാടുള്ളൂ. ദൈവം ഏതെങ്കിലും സ്ഥാനത്ത് നിങ്ങളെ ആക്കിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ദൈവസഭയിലായിരിക്കാം, ഒരുപക്ഷെ ഓഫീസിലായിരിക്കാം, ഒരുപക്ഷെ ഭവനത്തിലായിരിക്കാം, ഏതെങ്കിലും കസേരയിലായിരിക്കാം, ദൈവം നിങ്ങളെ അവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ ദൈവ ശബ്ദം കേൾക്കാതെ അവയെ നിങ്ങൾ അനങ്ങരുത്. സ്വന്തം ജീവിതത്തിൽ വന്ന അപജയങ്ങളുടെ അതുമൂലം വന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് എനിക്കറിയാമത്. അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിൽ പലപ്പോഴും അത് സംഭവിച്ചുള്ളവർക്കറിയാം. ദൈവം കണ്ട ശ്രേഷ്ഠമായ പദ്ധതികൾ അതിനെ ഇളക്കിക്കളയുവാനായി പലപ്പോഴും ശത്രു പദ്ധതിയിടും. പക്ഷേ ഇന്ന് ഏലിയാവേ, നിങ്ങൾ ഇരിക്കേണ്ടടുത്ത് ഇരുന്നാൽ മതി. കാക്ക നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾക്ക് വേണ്ടത് ദൈവം തരും. If you are under the center of will of God, your provisions God will provide. ദൈവിക പദ്ധതിക്കുള്ളിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അന്നം നിന്നു പോകത്തില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം നടത്തും. അതല്ലെങ്കിൽ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുക, പകലാണെങ്കിലും പ്രാർത്ഥിക്കുക, കർത്താവേ, അവിടുത്തെ പദ്ധതിക്കകത്താണോ ഞാൻ, അതല്ലെങ്കിൽ ഞാനിതാ മടങ്ങി വരുവാൻ തയ്യാറാകുകയാണ്. അങ്ങ് ചോദിക്കാൻ തയ്യാറാണ്. ഇസഹാക്കിനോട് പോയി, ഇസഹാക്കേ, അവൻ ഭയങ്കരമായ ക്ഷാമം ഭൂമി ആ ദേശത്ത് പടർന്നു വന്നിരിച്ചപ്പോൾ, അതേ സാറാഫാത്തിൽ ഒരു വിധവയുടെ ഭവനത്തിൻ്റെ ഉള്ളിലും ദൈവം പറഞ്ഞു, നീ നീങ്ങേണ്ട സമയമായി. ഏലിയാവിനെ സാറാഫാത്തിന്റെ വിധവയുടെ അടുക്കിലേക്ക് പോകുവാൻ ദൈവം പറഞ്ഞപ്പോൾ മാത്രമാണ് ഏലിയാവ് പോകുവാൻ തയ്യാറായത്. അല്ലേ? അപ്പോൾ ഇസഹാക്കിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇസഹാക്ക് ഗെറാറിൽ പാർക്കണോ, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടാ പോകണ്ടേ, അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് പോകണോ, ഇവിടെ ഭയങ്കര ക്ഷാമമാണെന്ന് പറഞ്ഞപ്പോഴും ദൈവത്തോട് ആലോചിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ ഗെറാറിൽ പാർക്കത് ഇസഹാക്കേ. അപ്പോൾ ആയിരിക്കേണ്ട സ്ഥാനങ്ങളിൽ, ദൈവം ആക്കിയിരിക്കുന്ന ദേശങ്ങളിൽ, ആയിരിക്കുന്ന തലങ്ങളിൽ, ആയിരിക്കുന്ന ശുശ്രൂഷകളിൽ, തന്നിരിക്കുന്ന ദൈവിക താലന്തുകളിൽ ഈ ദിവസങ്ങളിൽ വ്യാപാരവും വ്യവഹാരവും ചെയ്യുവാൻ തയ്യാറാണോ? ദൈവം വിശ്വസ്തനായി കൂടെ ഇരിക്കും. അവിടെ ഗെറാറിൽ പാർത്തപ്പോൾ അവിടെ എല്ലാവരും വിത്ത് വിതച്ചു. പക്ഷേ പറയുന്നു, ഇസഹാക്ക് വിത്ത് വിതച്ചത് 10 മേനിയ 100 മേനിയായി ക്ഷാമകാലത്ത് ഇസഹാക്കിന്റെ കരങ്ങൾ ദൈവം കൊടുക്കുകയാണ്. ദൈവം കണ്ടിരിക്കുന്ന സ്ഥാനത്ത് ഈ ദിവസങ്ങൾ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവിക പദ്ധതികൾ വെളിപ്പെടുമെന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. യേശു ക്രിസ്തു 3 ദിവസത്തോളം ബെഥാനിയയിലേക്ക് പോകുവാൻ ഹൃദയം വെമ്പുകയാണ്. പക്ഷെ പിതാവ് പറഞ്ഞു, മകനെ യേശുവേ, മകനെ നീ അവിടെ നിൽക്കുക, ഞാൻ പറഞ്ഞിട്ട് മാത്രമേ നീ ബെഥനിയയിൽ പോകാമോ. ഞാനത് എൻ്റെ മനോഭാവനയിൽ കാണുകയാണ്. 3 ദിവസത്തിന് മുമ്പ് പിതാവ് പറയാതെ യേശു ബെഥാനിയയിൽ ലാസറിന്റെ ശവക്കല്ലയുടെ മുമ്പിൽ നിന്നും, ലാസറെ നീ പുറത്തു വരാൻ പറഞ്ഞാൽ ലാസർ മരിച്ചു കിടക്കത്തേ ഉള്ളൂ. ലാസറിന്റെ കെട്ടഴിയത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞ സമയത്ത് യേശു പുറപ്പെട്ടപ്പോൾ തോമാസ് പറഞ്ഞു, വേണ്ട, നീ അവിടെ ചെന്നാൽ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും. യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ പല പദ്ധതികളുണ്ടായിരുന്നു. യേശുവിനെ മലയിൽ നിന്നും തള്ളിയിടുവാൻ അവർ ശ്രമിച്ചതാണ്. പലവട്ടം അവനെ കൊല്ലുവാൻ പദ്ധതികളും കെണികളും ഒരുക്കിയതാണ്. പക്ഷേ ദൈവത്തിന്റെ സമയമാകാതെ യേശുവിന്റെ ശരീരത്തെ തൊടുവാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിച്ചിരുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഹിതത്തെ അന്വേഷിച്ച് ദൈവഹിതം കണ്ടെത്തി നിരന്തരമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ജീവിതത്തെ 3.5 വർഷത്തോളം ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, ദൈവം അനുവദിച്ച സമയത്ത് മാത്രമേ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് തൊടുവാൻ കഴിയുന്നുള്ളൂ. സ്തോത്രം. മലയുടെ മുകളിൽ കൊണ്ടുപോയി അവനെ തള്ളിയിടാൻ ശ്രമിച്ചപ്പോൾ തിരുവചനം പറയുന്നു, അവരുടെ നടുവിലൂടെ അവൻ കടന്നുപോയി. അതേ
ശലോമോൻ ആലയത്തിനകത്ത് ചെന്നപ്പോൾ ആർക്കും അവനെ തൊടുവാൻ സാധിച്ചിരുന്നില്ല. ദൈവിക ഹിതത്തിനകത്താണ് നമ്മളെങ്കിൽ ഈ ദിവസങ്ങളിലും ശത്രുവിന്റെ പദ്ധതി നമ്മുടെ മേൽ ചെയ്യമെടുക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് 1 തെസ്സലോനിക്കർ ലേഖനം അതിൻ്റെ 4:24 പറയുകയാണ്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണിൻമണി പോലെ കാത്തിടുമേ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജീ. മരുപ്രയാണത്തിൻ അപ്പോൾ ആ ഒരു പാട്ടിൽ സ്തോത്രം തളർന്നു പോയൊരു ദൈവദാസൻ പാടിയ പാട്ടാണ്. മുട്ടങ്കി ഗീവർഗീസ് അപ്പച്ചൻ എഴുതിയ പാട്ടാണല്ലോ, നമുക്ക് പലർക്കും അറിയാം. ജീവിതത്തിൻ്റെ തളർന്നിരിക്കുന്ന അനുഭവങ്ങളിൽ പ്രത്യാശയില്ലാതിരിക്കുമ്പോൾ ദൈവം കൊടുക്കുന്നൊരു പ്രത്യാശയിൽ നിന്നും ഉയർന്നു വന്ന ഒരു ഗാനമായിരുന്നത്. ആ ഒരു ഗാനം പാടിയപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യേ തൻ്റെ ആത്മീയ ജീവിതം ഇട്ടിട്ട് പോകാമായിരുന്നു. പലരും ഇട്ടിട്ട് പോയേനെ ആ അനുഭവത്തിൻ്റെ ഉള്ളിൽ. പക്ഷെ എന്ത് തകർന്നടിഞ്ഞ അനുഭവത്തിലാണെങ്കിലും ഇന്ന് നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോകരുത്. ദൈവ സാന്നിധ്യം വിട്ടുപോയ ആമേൻ, നമുക്കറിയാം യോനായുടെ ജീവിതത്തിൽ മത്സ്യത്തിൻ്റെ വായ്പോയ പെട്ടത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം എങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നത്, ആമേൻ, ഈ ദിവസങ്ങളിലും ആ ദൈവ സാന്നിധ്യം വിട്ടു പോകാതെ ദൈവം കണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ കൂടെ ആമേൻ ആ കരത്തിൻ്റെ കീഴിൽ ആരുമായിരിക്കട്ടെ, അതിൻ്റെ ആമേൻ കീഴെ തന്നെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ ആയിരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ആമേൻ എത്തേണ്ട സ്ഥലത്ത് എത്തിപ്പാൻ ദൈവോടെയാകും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അതേ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ഉണ്ടായിരുന്നു. അബ്രഹാം പറയുന്നുണ്ട്, നീ എനിക്ക് എന്ത് തരും ദൈവമേ? വിശ്വാസികളുടെ പിതാവ് ചോദിക്കുകയാണ്, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നത് കർത്താവെ നീ കാണുന്നില്ലേ? ആകപ്പാടെ ദമേശക്കുകാരനായ ഒരു ഏലിയാസറെ എനിക്ക് ആകപ്പാടെ രക്തബന്ധത്തിലുള്ളൂ. പക്ഷെ ദൈവം പറഞ്ഞു, അല്ല, നീ ആകാശമണ്ഡലങ്ങളിലേക്ക് നക്ഷത്രങ്ങളെ നോക്ക്, ഈ നക്ഷത്രങ്ങൾ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. ദൈവം ഹോപ്പ് കൊടുത്തു, പ്രത്യാശ കൊടുക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെ നങ്കൂരം പ്രത്യാശയാണ്. പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രത്യാശ വേണം. ഹോപ്പില്ലെങ്കിൽ ഫെയ്ത്ത് വരത്തില്ല. ഇന്ന് ശത്രു പലതും ചെവിയിൽ മന്ത്രിച്ചിരിക്കാം. ആമേൻ, അവസ്ഥകളെ നോക്കി നിങ്ങളുടെ ചെവിയിൽ ശത്രു പറഞ്ഞിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ തന്നെ ചിന്തിച്ചിരിക്കാം, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ കടന്നു വന്നേക്കാം. പക്ഷെ ഏലിയാവെ ചൂരച്ചെടിയുടെ കടലിൽ കിടക്കുവാനല്ല, ഒരു ഇസബലിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ ആമേൻ ദൈവ ശബ്ദം മറന്നു പോകുവാനല്ല. ഏലിയാവെ നിങ്ങൾ എഴുന്നേൽക്കേണ്ട സമയമായി. ഒന്ന് തട്ടിയിട്ട് എഴുന്നേറ്റില്ല, രണ്ടാമതും ദൈവം തട്ടി ദൂതനെ ഇറക്കി. പിന്നെ ഒരു തട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത്തെ വിളിക്ക് മുമ്പിൽ ഏലിയാവ് എഴുന്നേറ്റു. സ്തോത്രം. ദൈവ ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേൽക്കാൻ തയ്യാറാവും. സ്തോത്രം. അതേ, അടുത്ത ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി ഏലിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഏലിയാവെ, നിനക്ക് ഇനിയും ഓടാനുണ്ട്. ഇത് കേൾക്കുന്ന ചില ഏലിയാവുമാരുണ്ടെങ്കിൽ വിശ്വാസം ഈ ദിവസം എഴുന്നേൽക്കാൻ തയ്യാറ്. തളർന്നു പോകരുത്, തകർന്നു പോകരുത്. ദൈവിക പദ്ധതികൾ നിങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ നിറവേറ്റുവാൻ സ്വർഗമിതാ തയ്യാറായി നിൽക്കുന്നു. ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു. ദൈവിക ആമേൻ പദ്ധതികൾക്കുള്ളിൽ ഈ ദിവസങ്ങൾ മടങ്ങി വാ. ഹല്ലേലൂയ. അതെ, ശത്രുവിൻ്റെ പദ്ധതി പലപ്പോഴും തകർക്കുവാനുള്ള ഭീഷണിയുമായി ആമേൻ ഇസബെലിൻ്റെ ശബ്ദം ഏലിയാവിൻ്റെ ചെവിക്കുള്ളിൽ മുഴങ്ങിയപ്പോൾ ആമേൻ ഞാൻ മരിച്ചാൽ മതിയെന്ന് ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ പോലും ചിന്തിക്കുന്ന ആമേൻ ഒരു പ്രവാചകനെ പറ്റി നമുക്കറിയാം. പക്ഷേ ഏലിയാവിനെ പറ്റി ദൈവിക പദ്ധതി മരിക്കുവാനുള്ളതല്ലായിരുന്നു. ഏലിയാവിനെ ജീവനോടെ അഗ്നിരഥങ്ങളിലും അഗ്നി അശ്വങ്ങളിലൂടെയും ആമേൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടേണ്ട വ്യക്തി പറയുകയാണ്, എനിക്ക് മരിച്ചാൽ മതിയെന്ന്. അത്ര ഉന്നതമായൊരു പദ്ധതിയായിരുന്നു ആ ദൈവം കണ്ടിരിക്കുന്ന ദൈവിക പദ്ധതി. അതിനെ തകർക്കുവാൻ നിങ്ങളുടെ ചെവിയിൽ ആമേൻ പല വിധത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടേക്കാം. പക്ഷെ ദൈവ ശബ്ദമാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനു മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കാവുള്ളൂ. ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും ദൈവവചനത്തിന് അനുസരിച്ചായിരിക്കും. നിങ്ങൾ പല ശബ്ദങ്ങൾ കേൾക്കും. നമ്മുടെ തന്നെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം ശബ്ദങ്ങളും സ്വപ്നങ്ങളും നമ്മൾ കാണും. പക്ഷേ ദൈവം ദർശനം കൊടുക്കുന്നവനാണ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾക്കപ്പുറത്താണ് ദൈവിക പദ്ധതികൾ. ഹല്ലേലൂയ.
അതുകൊണ്ട് ചില ദൈവിക പദ്ധതികൾ നിങ്ങളും നിങ്ങളും ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ദൈവിക പദ്ധതികൾ എൻ്റെ മനോഭാവനയിലും എൻ്റെ ചിന്തയിലും എൻ്റേതായ സ്തോത്രം ബുദ്ധിക്കകത്തും ഉരുവായി വരുന്ന ഒരു പദ്ധതിയുമല്ല. അതിനപ്പുറത്ത് അബ്രഹാമേ, നിങ്ങളെ പറ്റിയുള്ള ശ്രേഷ്ഠമായ പദ്ധതി, നിങ്ങൾ അങ്ങയിലൂടെ കടന്നു വരുന്ന വരാൻ പോകുന്ന സീഡ്, സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലോകം എമ്പാടുമുള്ള രക്ഷകൻ കടന്നു വരുവാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. അപ്പൊ അത് എബ്രഹാമിന് മനസ്സിലായിരുന്നില്ല. ഒരുപക്ഷെ മനസ്സിലായി കാണുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ പല വിധത്തിലുള്ള ശബ്ദങ്ങൾ എബ്രഹാം കേട്ടു. എബ്രഹാം ആദ്യം ഊരിൽ കേട്ടു, പിന്നെ ദൈവശബ്ദം ദമേശക്കാരന അവിടെ പല സ്ഥലങ്ങളിൽ നമ്മൾ പിന്നെ അതേ യാഗം കഴിക്കുവാനുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കും. പക്ഷെ ദൈവശബ്ദമാണെങ്കിൽ അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് തയ്യാറായാൽ അതിന് ഒരു അത്ഭുതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. സ്തോത്രം. അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. ദൈവശബ്ദമാണോ കേട്ടത്? ഇതാ ചുവടുകൾപ്പെടുക്കാൻ തയ്യാറാകുക. വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ബന്ധുക്കാരെയും മിത്രങ്ങളെയും പള്ളിയിലെയും പാരമ്പര്യങ്ങളെയും ഒക്കെ സ്തോത്രം ആശ്രയിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്. ദൈവത്തിലുള്ള ആശ്രയമാണ് ഒരു മനുഷ്യനെ എത്തേണ്ട മണ്ഡലങ്ങൾ എത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നും സ്തോത്രം ചില ചുവടുവെപ്പുകൾ എടുക്കുവാൻ കഴിയാതെ ഈ ദിവസങ്ങളിൽ ചില ഗുഹയുടെ അനുഭവങ്ങളിൽ, മാളങ്ങളുടെ അനുഭവങ്ങൾക്കുള്ളിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പദ്ധതി തീർന്നിട്ടില്ല. അവസാനത്തെ ശ്വാസം നിങ്ങളുടെ മൂക്കിലുള്ളത്ര കാലം ദൈവത്തിന്റെ പദ്ധതി തകർന്നു പോകത്തില്ല. യേശുവിന്റെ ക്രൂശിൽ കിടന്ന കള്ളന്റെ ജീവിതത്തിന്റെ മേൽ ഇടത്താണോ വലത്താണോ എന്ന് എഴുതിയിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു, ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. അവസാനത്തെ ശ്വാസം അദ്ദേഹത്തിന് ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നതിന് മുമ്പ് ദൈവം അതിനെ പ്രതീക്ഷയിലെത്തിച്ചു. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി എങ്ങനെ നടക്കുമെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. ഓൾ ഹിസ് ലൈഫ് ഹി റോബ്ഡ്, അവൻ മോഷ്ടിച്ചു കൊണ്ടിരുന്നു. അവസാനം ദേവദാസൻ പറയുന്നു, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് സ്വർഗം പോലും അദ്ദേഹം മോഷ്ടിച്ചു. സ്വർഗത്തിൽ അദ്ദേഹം എത്തുവാൻ തക്കമണ്ണം ഇടയാക്കിയെങ്കിൽ ഈ ദിവസങ്ങളും ദൈവിക യേശുവിന് വേണ്ടി സമർപ്പിച്ച ആരെയും കർത്താവ് തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. എത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി എന്ന് പറഞ്ഞ് ശേനിനും മിസ്പയ്ക്കും മധ്യേ ഒരു ശമൂവേൽ കല്ല് നാട്ടുകയാണ്. ഫിലിസ്തീൻ പാഞ്ഞെടുക്കുമ്പോൾ, നിങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞു വരുമ്പോൾ ആ ശമൂവേല് അവിടെ പറയുന്നുണ്ട്, അതേ കർത്താവേ, അവിടുന്ന് കഴിഞ്ഞ നാളുകളിൽ എന്നെ ഈ നാഴികക്കല്ലിൻ്റെ ഈ കല്ലിരിക്കുന്ന സ്ഥലം വരെ ഞങ്ങളെ നടത്തിയെങ്കിൽ ഇനി അപ്പുറത്തേക്ക് ഇനിയും ഞങ്ങൾക്കൊരു യാത്രയുണ്ട്. 2024 തീരുകയാണല്ലോ. 2024 നാഴികക്കല്ലിന് മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, നമ്മൾ നിൽക്കുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുന്ന നല്ലതായിരിക്കും. ഹല്ലേലൂയ. ദൈവം എന്നെ ഇത്രത്തോളം നടത്തിയെങ്കിൽ ഇനിയും എൻ്റെ ദൈവം നടത്തും. ഫിലിസ്തീൻ ഭീഷണികൾ മുഴക്കിയേക്കാം. ഹല്ലേലൂയ. തകർക്കുമെന്ന് പറഞ്ഞ് വാദിച്ചേക്കാം. അനവധി വിഷയങ്ങളുടെ മുമ്പിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഒരു ഹോമയാഗം കഴിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ശമൂവേൽ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവത്തിന്റെ കരം ചലിച്ചു. സ്തോത്രം. ദൈവം വീണ്ടും അവരെ മുന്നോട്ട് നയിച്ചു. ഈ ദിവസങ്ങൾ ഉപവാസവും പ്രാർത്ഥനയുമായിരിക്കുന്ന അനവധി പേരുണ്ട്. ഈ ദിവസങ്ങളിലും ഒരു കാര്യം തിരിച്ചറിഞ്ഞു, നിങ്ങൾ 2025 നയിക്കുവാൻ, അതിലല്ല നിങ്ങളൊക്കെ പക്ഷേ എത്ര നാൾ ഈ ഭൂമിയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും നാൾ ഇവിടെ പാർക്കുവാൻ തക്കവണ്ണം അതിലൂടെ ദൈവം കണ്ടിരിക്കുന്ന ദൈവിക പരിപാടികൾ, കാര്യപരിപാടികളും പദ്ധതികളും ഈ ദിവസങ്ങളും ചെയ്തെടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഒരു യാഗം കർത്താവിനെ സ്തോത്രം അധരയാഗം അർപ്പിക്കുവാൻ, നന്ദി പ്രകാശിപ്പിക്കുവാൻ, ഈ ദിവസങ്ങളിലും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഈ ദിവസം ഒന്നും മറന്നു പോകരുതെന്ന് തിരുവചനം പറയുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാനും ഈ ദിവസങ്ങളിൽ യാതൊരു കുറവും കാണിക്കാതെ മുന്നോട്ട് പോകാൻ തയ്യാറാണോ? പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പലരും ഓടിപ്പോകുന്നവർ എനിക്കറിയാം. ഹല്ലേലൂയ. പക്ഷെ അതല്ല, എത്ര വലിയ കാഠിന്യമേറിയ പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തെ ആരാധിക്കുന്നതെന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നതെന്നും മാറിപ്പോകാതെ വിശ്വസ്തരായി നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്നതിനെ നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. അഗ്നിശോധനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പിന്നോട്ട് പോകുവാനല്ല ഈ ദിവസങ്ങൾ ദൈവം വിളിച്ചത്. നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും കണക്ക് പറയാനല്ല ദൈവം വിളിച്ചത്.
ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സ്തോത്രമാണ്, പക്ഷേ ഇംഗ്ലീഷിൽ താങ്ക്സ് ഗിവിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം. എത്രയോ നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നുവന്ന് എണ്ണി നോക്കിയാൽ സ്തോത്രം, നമുക്ക് യഥാർത്ഥത്തിൽ എണ്ണി നോക്കിയാൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ആമേൻ. നമുക്ക് എണ്ണാൻ സാധിക്കത്തില്ല. അതില്ല. അതേ ലക്ഷ്യം. ചിലർ പറയാറുണ്ട് നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാം. ചിലർ പറയാറുണ്ട് ദൈവം കണ്ടിരിക്കുന്ന ദൈവിക പദ്ധതി എൻ്റെ ജീവിതത്തിന് മേൽ വെളിപ്പെടുവാൻ അത് ഏത് വിധേനയും അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്യമാണ് പ്രധാനം. അതിൻ്റെ പിന്നിൽ പ്രവൃത്തി അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ദൈവവചനപ്രകാരം കാണിച്ചിരിക്കുന്ന മാതൃക പെഞ്ചല്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയത്തില്ല. അതെ, ഓട്ടക്കളത്തിൽ ഓടുന്ന പലരുണ്ട്. പക്ഷെ ബിരുദ് പ്രാപിക്കണമെങ്കിൽ ഓട്ടക്കളത്തിൽ അനവധി പേര് ഓടും. പക്ഷെ ബിരുദ് പ്രാപിക്കണമെങ്കിൽ ദൈവം കാണിക്കുന്ന ട്രാക്കിലൂടെ ഓടണം. ഹല്ലേലൂയ. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാഡിൽ ഷൈനി വിൽസൺ എന്ന വ്യക്തി ഒരു ഓട്ടം ഓടി ആദ്യമെത്തി. മെഡൽ വാങ്ങിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് മെഡൽ തരാൻ കഴിയത്തില്ല, കാരണം നിങ്ങൾ ഓടിയ ട്രാക്ക് മാറിപ്പോയി. ട്രാക്ക് മാറി ഓടിയാൽ ദൈവവചനപ്രകാരമല്ലാതെ പലരും ഓടും. നമ്മൾ ഓടുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവേ ഈ ദിവസങ്ങളിൽ ട്രാക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ, ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ, ദൈവവചനത്തിൻ്റെ സത്യത്തിൽ നിലനിന്നുകൊണ്ട് ആമേൻ ആ ഓട്ടം ഓടുവാൻ കർത്താവേ ഞാൻ തയ്യാറാകുന്നുവെങ്കിൽ അത് വാക്തത്വം പ്രാപിക്കും. ഫിനിഷിംഗ് ലൈനിൽ നിങ്ങൾ ചെല്ലും. അതിലൊരു കിരീടം നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണം എനിക്കിന്ന് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു. യാക്കോബിൻ്റെയും 2 വംശങ്ങൾ. അപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഈസാവും യാക്കോബിൻ്റെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ ഏശാവിൻ്റെയും അവർ രണ്ടുപേരും ഒരേ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ട്വിൻസായി ജനിച്ചവരായിരുന്നു. പക്ഷേ ആദ്യം പുറത്തു വന്നത് ഏശാവായിരുന്നു. അപ്പോൾ വചനപ്രകാരം അല്ലെങ്കിൽ അല്ലെങ്കിൽ അന്നത്തെ നിയമപ്രകാരം നോക്കുവാണെങ്കിൽ, അന്നത്തെ ഇസ്രായേലിൻ്റെ ക്രമപ്രകാരം നോക്കുകയാണെങ്കിൽ മൂത്ത ജ്യേഷ്ഠനാണ് ഇളയാൻ സേവിക്കുന്നത്. പക്ഷേ ദൈവം പറഞ്ഞ് 2 വംശങ്ങൾ നിൻ്റെ ഉള്ളിലുണ്ട്, മൂത്തവൻ ഇളയവനെ സേവിക്കും. അപ്പോൾ ഈ ഒരു വാക്തത്വം ദൈവിക പദ്ധതി, മാനുഷിക പദ്ധതി ആയിരുന്നില്ല. ഇത് റെബേക്കയ്ക്കും യാക്കോബിനും അറിയാമായിരുന്നു. കാരണം ദൈവമാണല്ലോ സംസാരിച്ചത്. ഭാര്യയും ഭർത്താവുമാണെങ്കിൽ 2 പേരും അറിയും, അവർ വിശ്വാസികളാണെങ്കിൽ. ഹല്ലേലൂയ. അപ്പോൾ ഇവർ 2 പേരും നല്ല വിശ്വാസികളായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ വിവാഹമായിരുന്നു ഇവരുടേത്. ഡയാനയും പ്രിൻസ് ചാൾസും തമ്മിലുള്ള വിവാഹമായിരിക്കും ഒരു സ്വപ്ന വിവാഹമായി ഇന്ന് കരുതപ്പെടുന്നത്. ഇന്നും അല്ലെങ്കിൽ അതിന് ശ്രേഷ്ഠമായ ഉണ്ടായിരിക്കാം. പക്ഷേ വിവാഹത്തിന് ശേഷം ദി പ്രിൻസ് ആൻഡ് ദ പ്രിൻസസ് ലീവ്ഡ് ഹാപ്പിലി ഫോർ എവർ ടുഗദർ എന്നൊക്കെ നമ്മൾ പുസ്തകത്തിൽ വായിക്കുമെങ്കിലും അവരുടെ വിവാഹം എന്ത് സംഭവിച്ചു നമുക്കറിയാം. ദൈവ സഭയുമായി ബന്ധപ്പെടുത്തി ഇസഹാക്കിൻ്റെയും റെബേക്കയുടെയും സ്തോത്രം അവരുടെ വിവാഹം. പക്ഷേ പിന്നീട് ആ വിവാഹ ജീവിതത്തിനകത്ത് വിള്ളലുകൾ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഭാര്യ ഒരു മകനെ സ്നേഹിക്കുന്നു, അപ്പൻ മറ്റൊരു മകനെ സ്നേഹിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു കാരണം മറ്റൊന്നുമല്ല, വേട്ടയിറച്ചിയിൽ ഒരാൾക്ക് രുചി പിടിച്ചു. ഹല്ലേലൂയ. വാക്തത്വമുള്ള ഇസഹാക്കിൻ്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചപ്പോൾ മൂത്ത മകൻ വേട്ടയിറച്ചി കൊടുക്കുന്ന മകനെ ഇഷ്ടപ്പെട്ടു. ശത്രു അതിനകത്ത് പ്രവർത്തിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്.
ആ ഭവനത്തിൽ എന്ത് സംഭവിച്ചു നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കുന്നത് നല്ലതാണ്. വേട്ടയിറച്ചി രുചി പിടിച്ചാൽ പിന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തം മറക്കും. അവര് തിന്മാൻ ഇറച്ചി ചോദിച്ചപ്പോൾ അവരുടെ വായിൽ ഇറച്ചി ഇരിക്കുമ്പോൾ തന്നെ അനേകർ മരിച്ചു വീണെന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ കാലഘട്ടങ്ങൾ നമ്മളെപ്പോഴും ഈ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും, കുടുംബത്തിനകത്ത് അനുഗ്രഹമായിരിക്കും. നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത് മക്കളോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് തയ്യാറാകാം. മക്കൾക്ക് വേണ്ടുന്നതിന് ഈ ദിവസങ്ങളിൽ വചനത്തിലൂടെ പകർന്നു കൊടുക്കാൻ നമുക്ക് തയ്യാറാകാം. ദൈവസ്നേഹത്തിൽ അന്യോന്യം ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ കുടുംബമായി ദൈവം ഈ ദിവസം എത്തിക്കേണ്ട മണ്ഡലങ്ങൾ എത്തിക്കും. ഇന്ന് അനേക വിശ്വാസികളുടെ കുടുംബത്തിനകത്ത് സമാധാനമില്ല. ആമേൻ. ചേർന്ന് ഈ ദിവസങ്ങൾ കുടുംബമായി ഞാനും എൻ്റെ കുടുംബം യഹോവയെ സേവിക്കുമെന്ന് പറയാൻ തക്കവണ്ണം ഈ ദിവസങ്ങളും ജീവിതങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കുടുംബമായി കണ്ടിരിക്കുന്ന ദൈവിക പ്രവൃത്തികൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനുമേ ദൈവം ചെയ്തെടുക്കുവാൻ ഇടയാകട്ടെ. അതെ, അവിടെ വന്നൊരു അപജയം ഒരു യാക്കോബിനെ കൊണ്ടെത്തിച്ചത് അവിടെ ഒരു വിജനപ്രദേശത്താണ്. അവിടെ ചെന്നപ്പോൾ യാക്കോബ് തൻ്റെ അപ്പനായ ഇസഹാക്കിൻ്റെ നിന്നും തൻ്റെ ജ്യേഷ്ഠാവകാശ സ്ഥാനം പിടിച്ചെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ അപ്പൻ്റെ അനുഗ്രഹം മോഷ്ടിച്ചു. പക്ഷെ അതൊന്നും ഒരു അനുഗ്രഹമായി തീർന്നില്ല. പിന്നീട് ഏകദേശം വന്ന് 20 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 10 പ്രാവശ്യം അമ്മാവിയപ്പം പറ്റിച്ചു. അപ്പനെ ഒന്ന് പറ്റിച്ചുള്ളൂ. പക്ഷെ പിന്നീട് താൻ ഉപായി എന്ന അല്ലെങ്കിൽ ഏറ്റവും മിടുക്കനെന്നും തൻ്റെ ബുദ്ധി കൂർമ്മത ഉള്ള വ്യക്തിയാണെന്നും ഒക്കെ ചിന്തിച്ച് അത് യഹൂദനാണല്ലോ, അപ്പോൾ യഹൂദൻ്റെ ബുദ്ധി ഉണ്ടല്ലോ, സ്തോത്രം. അപ്പം അദ്ദേഹം ശേഷനാണെന്നൊക്കെ ചിന്തിച്ചപ്പോൾ അതിലും സ്തോത്രം ദൈവം അദ്ദേഹം വിതച്ചതിനെ എന്ത് നമ്മൾ വിതയ്ക്കുന്നുവോ അത് ജീവിതത്തിൽ കൊയ്യുവാൻ തക്കവണ്ണോടെയാകും. അത് പിന്നീട് ലാബാനിലൂടെ അതൊരു തിരിച്ചടിയായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ 20 വർഷത്തിന് ശേഷം ദൈവം അദ്ദേഹത്തെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. യാക്കോബ് എന്ന പേരിനെ മാറ്റി യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ മേലുണ്ടായിരുന്ന ദൈവിക ശ്രേഷ്ഠമായ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ന പേര് ഒരു രാജ്യത്തിന് ഇടുവാൻ തക്കവണ്ണം സ്തോത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവിക പദ്ധതി ഉണ്ടായിരുന്നെന്ന്. ഇന്നത്തെ ഇസ്രയേലിനെ എബ്രഹാം എന്ന പേരിലായിട്ട് ഉബായി എന്ന യാക്കോബിന്റെ പേരായിട്ട്. കാരണം ഉബായിയെ ഒരു പ്രിൻസാക്കി മാറ്റാൻ കഴിയുന്ന ദൈവമുണ്ട്. ശ്രേഷ്ഠമായൊരു പദ്ധതി യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടും അവിടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ അവിടെ രാപ്പാർക്കുമ്പോൾ കല്ലിലൊന്ന് എടുത്ത് തലയണയായി വെക്കുമ്പോഴും ദൈവിക പദ്ധതി തീർന്നിട്ടില്ല. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ മേൽ ദൈവിക പദ്ധതിയെ നിവർത്തിക്കും. അതിന് ബെഥേൽ എന്ന് അദ്ദേഹം പേരിട്ടു. ആ ബെഥേലിൽ വീണ്ടും 20 വർഷത്തിന് ശേഷമാണ് ഞാൻ വിശ്വസിക്കുന്നു അവിടെ മടങ്ങി വരുമ്പോൾ ദൈവം പറഞ്ഞു, നീ അവിടെ യാഗപീഠം പണിയണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ യാഗപീഠം പണിയാതെ മറ്റെവിടെയോ പോയി യാഗപീഠം പണിതോന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ വന്ന ജീവിതത്തിൽ നിന്ന് അപജയങ്ങൾ വന്നപ്പോൾ അതേ ദീന തൻ്റെ മകളായ ദീനായെ വഷളാക്കുമ്പോഴും അവിടെ കുടുംബത്തിനകത്ത് സ്തോത്രം അതേ ദേശത്ത് ഒരു വലിയ ചോരപ്പുഴ ഒഴുകുമ്പോഴും യാക്കോബിന് മനസ്സിലായി എവിടെയോ തെറ്റിപ്പോയി. ദൈവം പറഞ്ഞു, തെറ്റിയത് ഇവിടെയാ, നീ ബെഥേലിലേക്ക് മടങ്ങിപ്പോ. സ്തോത്രം. ബെഥേൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹൗസ് ഓഫ് പ്രയർ. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വാ. സ്തോത്രം. യാക്കോബേ, ആമേൻ. കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ചവരുണ്ടെങ്കിൽ, ദീർഘസമയങ്ങൾ പ്രാർത്ഥിച്ചവരുണ്ടെങ്കിൽ ദൈവ പദ്ധതികൾക്കുള്ളിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പുതുക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിക്കുന്നുവെന്ന് സങ്കീർത്തനം 73:17 പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, അതെ, എനിക്ക് മനസ്സിലായി ദൈവം അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ദൈവസന്നിധി ഇരിക്കുന്നവൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അവനെ ദൈവം എത്തിക്കേണ്ട മണ്ഡലത്തിൽ എത്തിക്കും. കാലുകൾ ഏറെക്കൂടെ വഴുതിപ്പോയി, അവൻ ഒരിക്കലും ഉയരില്ല എന്ന് നിലച്ചു. അവൻ നിലവുകൾ ദൈവം മാറ്റി എന്നെ തന്റെ മണ്ഡലങ്ങൾ ദൈവം എത്തിച്ചു. കുഴഞ്ഞ ചേറ്റിൽ നിന്റെ കാലുകളെ വിടുവിക്കുന്ന ദൈവം ഈ ദിവസങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ആരാധിക്കുന്ന കർത്താവ് സ്തോത്രം. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൻ്റെതായ വ്യക്തിപരമായ പദ്ധതികൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമുക്കെല്ലാവർക്കും ഉള്ളൊരു കാര്യമുണ്ട്, വി ഹാവ് വൺ ഡെസ്റ്റിനി. അത് നിത്യതയാണ്. സ്തോത്രം. നമ്മൾ എത്തേണ്ട ഒരു സ്ഥലമുണ്ട് ഭൂമിയിൽ.
ഇന്ന് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിന് മേൽ വ്യത്യസ്തമായ ദൈവിക പദ്ധതികൾ കാലയളവുകൾക്കുള്ളിൽ, കാലഘട്ടങ്ങൾക്കുള്ളിൽ, സമയപരിധികൾക്കുള്ളിൽ, അതിരുകൾക്കുള്ളിൽ ദൈവിക പദ്ധതികൾ മറിഞ്ഞു കിടക്കുമ്പോൾ അതിലേക്കൊന്നും എനിക്ക് നമുക്ക് കടന്നു പോകുവാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ പദ്ധതികൾ, വ്യത്യസ്തമായ ആ സ്ഥാനമാനങ്ങൾ, സ്ഥലങ്ങളിൽ ചെല്ലുവാനുള്ളവരാണ്. ദൈവിക പദ്ധതികൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെ ജീവിതത്തിലുള്ള ദൈവപ്രവർത്തികൾ വ്യത്യസ്തമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്കെല്ലാവർക്കും കണ്ടിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്, അത് ദൈവ സാന്നിധ്യത്തിലേക്കാണ്. നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. അതേ, മരുഭൂമിയിൽ പട്ടുപോയ ജനത്തെ പറ്റി 1 കൊരിന്ത്യർ 10 എഴുതിയിട്ടുണ്ട്. അവരെന്തുകൊണ്ട് വീണുപോയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതിങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി, 1 കൊരിന്ത്യർ 10 സമയമുള്ളപ്പോൾ വായിച്ചാൽ മതി. ഇന്ന് സമയപരിധികൾക്കുള്ളിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ പല കാരണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവർ മരുഭൂമിയിൽ അവിടെ ശവങ്ങൾ വീണുപോയി, വാഗ്ദത്ത ദേശം എത്തുവാൻ ഇടയായില്ല. അവർ ഒരാളെ പോലെ ആയിരിക്കാൻ ഇടയാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പേൻ എന്ന് ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം പറയുകയാണ്. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിംഗ്. ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി ഭൂമിയിൽ ഒന്നും നമുക്കൊന്നും പലതും ലഭിച്ചില്ലെന്നിരിക്കാം. പക്ഷേ സ്വർഗത്തിന് ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തിന്റെ അപഹാരം അവർ സഹിച്ചു എന്ന് തിരുവചനം പറയുമ്പോൾ, ഇന്ന് മോശയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വാഗ്ദത്ത ദേശത്ത് മോശ എത്തിയില്ല, സ്തോത്രം. പക്ഷേ വാഗ്ദത്തം പറഞ്ഞ ദൈവം അദ്ദേഹത്തെ നിത്യരാജ്യത്തിലെത്തിച്ചു. പിന്നീട് യേശുക്രിസ്തുവിന്റെ കൂടെ മറുരൂപമലയിൽ മോശ ഇറങ്ങി നിൽക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. അദ്ദേഹം വാഗ്ദത്ത ദേശത്ത് കാലുകുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, സ്തോത്രം. എന്തുമാകട്ടെ, ഇന്ന് അബ്രഹാം കണ്ടതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് നോക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു പാട്ടാണെന്ന് വിശ്വസിക്കുക. ഒരു സേയിങ് ഉണ്ട് ഇങ്ങനെ: there is only one thing that matters. Did I do best to live for truth? സത്യത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാണോ? Did I live the life for you, Lord? ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു കൊടുക്കുവാൻ തയ്യാറാണോ? When all been said and done, all my treasure will be nothing. ഞാൻ എന്തെല്ലാം ഈ ഭൂമിയിൽ നേടിയാലും അതെല്ലാം നിഷ്ഫലമായി തീരും ദൈവിക പദ്ധതികൾ ഉള്ളിലല്ലെങ്കിൽ. only what I have done for the loves of God. ദൈവത്തോടുള്ള സ്നേഹവും ദൈവരാജ്യത്തിന് വേണ്ടിയ സ്നേഹവും ദൈവമക്കളോടുള്ള സ്നേഹവും നിമിത്തം ചെയ്തത് മാത്രമേ കാലങ്ങൾ കഴിഞ്ഞാലും നിത്യതയോളം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. തിരുവചനത്തിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്: ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ എന്ന് യെസക്കേൽ പ്രവാചക പുസ്തകം 22:14 പറയുകയാണ്. നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായി ഞാൻ അരുളിച്ചെയ്യുന്നത് ഞാൻ നിവർത്തിക്കും എന്ന് യെസക്കേൽ പ്രവാചക പുസ്തകം 22:14 പറയുകയാണ്. നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനെ തകർക്കുവാൻ പദ്ധതിയിട്ടു. പക്ഷേ കർത്താവായ യേശുക്രിസ്തു അനവധി പദ്ധതികളെ തകർത്ത് അവസാനത്തെ പദ്ധതിയായിരുന്നു കാൽവരി ക്രൂശിൽ കർത്താവിനെ തകർക്കുവാൻ. എല്ലാം കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ക്രൂശിക്കപ്പെടുമ്പോൾ ശത്രു വിചാരിച്ചു തോറ്റു. 3 ദിവസത്തോളം അവർ വിചാരിച്ചു ദൈവിക കാര്യപരിപാടി തീർന്നു, ലോകത്തിന്റെ രക്ഷ ഇനി നടക്കത്തില്ല. ആ കർത്താവിനെ ക്രൂശിൽ ക്രൂശിക്കപ്പെടുമ്പോഴും പിടിക്കപ്പെടുമ്പോഴും ശത്രു പറഞ്ഞാണ് നടക്കത്തില്ല. ഒരുപക്ഷെ പിടിക്കപ്പെട്ടിരിക്കുന്ന, ഒരുപക്ഷെ അപഹസിക്കപ്പെടുന്ന അനുഭവങ്ങളായിരിക്കാം, ഒരുപക്ഷെ കെട്ടപ്പെട്ട അനുഭവത്തിലായിരിക്കാം. യേശുവിനെ കെട്ടിയവര് പിന്നീട് മരിച്ചപ്പോൾ പറഞ്ഞ് തീർന്നു. പിന്നെ 3 ദിവസത്തോളം പാതാളത്തിലേക്ക് കല്ലറയിൽ അടക്കപ്പെട്ടു. പക്ഷേ അവിടെ ശത്രു 3 ദിവസത്തോളം ഘോഷാരവമായതായിരിക്കാം, ഒരുപക്ഷെ പൈശാചിക മണ്ഡലം. പക്ഷേ തിരുവചനം പറയുന്നു കർത്താവായ യേശു ക്രിസ്തു 3-ാം ദിവസത്തിന് ശേഷം എഴുന്നേറ്റു. സ്തോത്രം, ഹല്ലേലൂയ. അതിന് കാരണം മറ്റൊന്നുമല്ല,
അവനെ പാപത്തിന്റെ ദംശനമേറ്റിട്ടില്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ദൈവിക പദ്ധതി ഹിതപ്രകാരം മുന്നോട്ട് പോയ വ്യക്തിയായിരുന്നു. ഇതാ ഞാൻ പുസ്തകച്ചുൾ എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഒരുവൻ കർത്താവ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, ആമേൻ, ഭൂമിയിലേക്ക് തന്നെ പുത്രനെ അയക്കുമ്പോൾ, ആമേൻ, ശത്രു വിചാരിച്ചു പുത്രനെ കൊന്നാൽ ഞങ്ങൾക്ക് കാര്യം നേടാമെന്ന് ചിന്തിച്ചപ്പോൾ, ആമേൻ, മരിച്ച യേശു ക്രിസ്തുവിനെ, ആമേൻ, മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ആ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി യേശുവിന്റെ മേൽ വന്നപ്പോൾ യേശുവിന്റെ ശരീരം ഉയർത്തു. യേശു പറയുന്ന കാര്യമുണ്ട്, ആമേൻ, അതേ മരണത്തിൽ നിന്നും വീണ്ടും ജീവനെ എടുക്കുവാനുള്ള അധികാരം എനിക്കുണ്ട്. അധികാരമുള്ള യേശു, ഇന്നും മരിച്ചവൻ ഉയർപ്പിക്കാൻ കഴിയുന്ന യേശു, യേശുവിന് എൻ്റെ ജീവനെ കൊടുക്കുവാനും അതെടുക്കുവാനും എനിക്ക് സാധിക്കും. ജീവന്റെ നായകനെ അവർ കൊന്നുകളഞ്ഞു എന്ന് ചിന്തിച്ചേക്കാം, പക്ഷെ ജീവന്റെ നായകനെ കൊന്നുകളഞ്ഞതല്ല, ജീവന്റെ നായകൻ ജീവൻ കൊടുത്തതായിരുന്നു. ആ ജീവനെ അവൻ വീണ്ടും തിരികെ എടുക്കുന്നതിന് കാരണം ശരീരത്തിൽ പാപത്തിന് ദംശനം ഏറ്റിട്ടില്ലായിരുന്നു. എന്നാൽ അവൻ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശു അവിടെ പറയുകയാണ്, അതുകൊണ്ട് അവൻ, ആമേൻ, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ പോയി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്ത് ദൈവസന്നിധിയിലേക്ക് അവൻ കയറിപ്പോയി. മരിച്ച, ആമേൻ, മരണത്തെ ജയിച്ച് 3-ാം ദിവസം പാതാളത്തോളം ഇറങ്ങിച്ചെന്നിട്ട് മരണത്തെ ജയിച്ച് യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി എന്ന് തിരുവചനം എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ശത്രു വിചാരിച്ചു തകർത്തു വന്ന്, പക്ഷേ പാതാളത്തിന് ചില കാര്യങ്ങൾ ദൈവം യേശു നടത്തി. ഹല്ലേലൂയ. തിരിച്ചറിയുക, ഒരുപക്ഷെ നിങ്ങൾ തകർന്നുവെന്ന് ശത്രു പറഞ്ഞേക്കാം, പക്ഷെ അതിൻ്റെ പിന്നിൽ ചില ദൈവിക പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ പറയുക, 2 കൊരിന്ത്യർ 2:14 പറയുകയാണ്, ക്രിസ്തു യേശുവിനെ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് നിന്റെ പരിജ്ഞാനത്തിന് വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഏത് സമയത്തും എല്ലാ അനുഭവങ്ങളിലും ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ക്രൂശിൽ യേശു ജയോത്സവം കൊണ്ടാടുകയായിരുന്നു. ക്രൂശിന്റെ അനുഭവം യേശുവിൻ്റെ ജീവിതത്തിൽ ജയോത്സവമായി. ആമേൻ, സ്തോത്രം. ആമേൻ, ശത്രു വിചാരിച്ചു തകർത്തു വന്നു, പക്ഷേ അവിടെ എൻ്റെ ആ ക്രൂശിൽ കർത്താവ് ഏറ്റത് മുഴുവൻ എൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാനായിരുന്നു, എൻ്റെ വേദനയെ മാറ്റുവാനായിരുന്നു, എൻ്റെ ശാപത്തെ ചുമന്നൊഴിക്കാൻ വേണ്ടിയായിരുന്നു, എൻ്റെ ഭാരങ്ങൾ എടുത്ത് മാറ്റുവാൻ വേണ്ടിയായിരുന്നു, എന്നെ നിത്യതയിലെത്തിക്കുവാനുള്ള പദ്ധതിയായിരുന്നു ക്രൂശ്. സ്തോത്രം. ക്രൂശിൻ്റെ യാതന, യാഗം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിലും എന്നെ ജയോത്സവമായ എൻ്റെ കഷ്ടങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ പ്രശ്നത്തിനകത്തും ദൈവം വഴി നടത്തുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ആമേൻ. കർത്താവിൻ്റെ അന്ത്യം എന്തായി തീർന്നെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കർത്താവ് അളിച്ച ശേഷം, ആമേൻ, മർക്കോസിന്റെ സുവിശേഷം 14:19 പറയുന്നു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു. യേശു ക്രിസ്തു, ഹല്ലേലൂയ, ഭൂമിയിൽ ജനിച്ചതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ 33.5 തിരുവയസ്സിൽ വരെ ജീവിച്ചതിന് ശേഷം, ആമേൻ, ദൈവം അയച്ചിടത്തേക്ക് തന്നെ യേശു ക്രിസ്തു കയറിപ്പോയി. അവിടെ ചെന്ന് ആകാശമണ്ഡലം കൂടെ കടന്നുപോയൊരു മഹാവിരുദ്ധനുണ്ട്. ആ കർത്താവ് ആൽഫയും ഒമേഗ, ഹി ഈസ് ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്. എൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് ഈ ദിവസം എൻ്റെ ജീവിതത്തിനുള്ള ആ ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ ഫോർ ദ ബ്ലെസ്ഡ് മെസ്സേജ്. എത്ര പേർക്ക് ഇന്നത്തെ വചനം അനുഗ്രഹമായി. ആമേൻ, സ്തോത്രം. ദൈവം നമ്മളോട് സംസാരിച്ചെന്ന് ഉള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു നല്ല മഹത്വം പിന്നെയും കൊടുത്താട്ടെ. ആമേൻ, സ്തോത്രം. നമ്മുടെ പരിപാടിയൊന്നുമല്ല കർത്താവിന്റെ പദ്ധതിയും പരിപാടികളും. ആമേൻ, സ്തോത്രം. നമ്മള് പല സ്ട്രാറ്റജീസും മെനഞ്ഞെന്നിരിക്കാം, പക്ഷേ നമ്മള് യാക്കോബിന്റെ കാര്യം കേട്ടതുപോലെ സൂത്രശാലിയായിരുന്നു. ആമേൻ, സ്തോത്രം. താൻ വിതച്ചതും താൻ കൊയ്തു. ആമേൻ, സ്തോത്രം. ലാബാന്റെ ഭവനത്തിൽ നമുക്കറിയാം എന്തെല്ലാം പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകേണ്ട വന്നെന്ന്, എത്ര പ്രാവശ്യം നന്മയെ എടുത്തു മാറ്റിയെന്നറിയാം. അങ്ങനെയെങ്കിൽ ഈ കാലയളവിൽ നമ്മൾ അഭിഷിക്തനിൽ കൂടെ കേട്ടതുപോലെ നമ്മുടെ പ്രയോറിറ്റി നിത്യത എന്നുള്ളതായിരിക്കണം. നമ്മുടെ യേശുപ്പൻ എന്തിനാ ഈ ഭൂമണ്ഡലത്തിൽ കടന്നു വന്നത്? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. അത് നഷ്ടപ്പെടുത്തി കളയുവാൻ കർത്താവ് ഒരു കുഞ്ഞിനെ പറ്റിയിട്ടും ആഗ്രഹിക്കുന്നില്ല. ആരും നിത്യത നഷ്ടപ്പെടുത്തി കളയുവാൻ ഇടവരുത്. ആമേൻ, സ്തോത്രം. അധികം സമയം എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഇന്ന് കേട്ട ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ആമേൻ, സ്തോത്രം. അതിനകത്തുനിന്നും ഏറ്റവും അന്തഃസത്തയായിട്ടുള്ളത് നിത്യത എന്നുള്ളതാ. നമ്മുടെ പരിപാടികളൊന്നും, ആമേൻ, സ്തോത്രം, അതൊക്കെ വിട്ടാര് ദൈവഹിതത്തിനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവഹിതം അത്രയും നടക്കേണ്ടത്, അതത്രയും നമ്മുടെ ജീവിതത്തിൽ മേൽ അനുഗ്രഹം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേര് ഇന്നത്തെ വചനത്തിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തു? എത്ര പേര് ഇന്ന് വചനം ഏറ്റെടുത്തു? പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ എത്ര പേര് തീരുമാനമെടുത്തു? ആമേൻ, സ്തോത്രം. ഓരോ പ്രാവശ്യവും ഓരോ വചനവും കേൾക്കുമ്പോഴും കർത്താവിനോട് നന്ദി പറയണം.
ദൈവം നമ്മളെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും വ്യത്യസ്തമായ അളവിൽ അഭിഷിക്തന്മാരെ ദൈവം നിറച്ച് അഭിഷിക്തന്മാരിൽ കൂടി ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നത്. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് നന്ദി പിതാവേ. ഇന്നത്തെ വചനത്തിന് ഞങ്ങള് കർത്താവെ കീഴ്പ്പെടുന്നു. കർത്താവെ, അങ്ങ് അഭിഷിക്തനിൽ കൂടി ഞങ്ങളോട് അനവധി കാര്യങ്ങൾ ഇടപെട്ടു, ഞങ്ങളോട് സംസാരിച്ചു. കർത്താവെ, ഞങ്ങളാകട്ടെ കർത്താവെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാകട്ടെ ആരും കൈവിടപ്പെട്ടു ആകുമെന്ന് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സ്വർഗമിടയാക്കണമേ. കർത്താവെ, ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മേൽ ക്രിയ ചെയ്യട്ടെ. അതിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ സ്വർഗത്തിന് ദൈവം സഹായിക്കണമേ. ഞങ്ങൾ കേട്ടത് കർത്താവെ 30, 60, 100 മേനിയായി ഫലം പുറപ്പെടുവിക്കട്ടെ. അഭിഷിക്തനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആത്മശക്തിയോടെ ആത്മനിറവോടെ തന്റെ ദാസനെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചതിനിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് ഓൺലൈനിൽ കർത്താവെ ഈ ദൂത് കർത്താവെ ശ്രവിച്ചവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, സകലരും അവരുടെ ജീവിതത്തിന്മേൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയുടെ നന്ദി. സകലമാനവും മൊത്തം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തി. നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനെന്ന മൗനമായി എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പുനഃപ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാൻ അറിയുവാൻ, നന്മയും പുനഃപ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാൻ അറിയുവാൻ. എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം, എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം. നിന്യമാണെനിക്ക് ലോകലാവണ്യം, നിന്യമാണെനിക്ക് ലോകലാവണ്യം. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്ന് മൗനമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്നു നേടുന്നതെല്ലാം, ഇന്നെനിക്ക് വന്നു നേടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു, തൻഹിതമാണെന്നു ഞാനറിയുന്നു. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്ന് മൗനമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമനഞ്ഞെന്നറിയുന്നു. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവനെന്നീ അറിയുന്നു. ഉന്നതിൽ നിലത്തു വീണിട്ടേ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം. Praise the Lord. കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈ കാലഘട്ടത്തിൻ്റെ അവസാനം എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ, ഇതെപ്പോൾ തീരുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, കാലങ്ങളും സമയങ്ങളും ആർക്കും അറിയില്ല, പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ഈ ഭൂമിയിൽ
ദൈവത്തിൻ്റെ സുവിശേഷം സകലത്തും പ്രഘോഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവസാനം വരും. അത് ഈ ദിവസങ്ങളിലും ആ ദൈവിക സുവിശേഷം എല്ലായിടത്തും അറിയിക്കപ്പെടുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെപ്പറ്റി എല്ലാവരും അറിയുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും സന്നിധി എല്ലാവർക്കും അതിൻ്റെ അവബോധം കടന്നു ചെയ്യുന്നതിന് ശേഷം മാത്രമേ ഈ കാലത്തിൻ്റെ സമ്പൂർണ്ണത കടന്നു വരികയുള്ളൂ. അതിനായിട്ട് നമുക്ക് ഈ ദിവസം ഏൽപ്പിക്കാം. ഓരോരുത്തരെയും കർത്താവ് അതിനുവേണ്ടി വിളിച്ചിട്ടുണ്ട്. ആ പൂർണ്ണത കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിനോട് കൂടെ കർത്താവ് വരുമെന്ന പ്രത്യാശയോടെ നമുക്കായിരിക്കാം. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ ജീവിക്കും, അവനോടുകൂടെ സഹിക്കുന്നുവെങ്കിൽ നമ്മൾ വാഴും. ഈ ദിവസങ്ങളിലും നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. കർത്താവിൻ്റെ സുവിശേഷം അനേകരിലേക്ക് എത്തുവാൻ നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ വചനങ്ങൾ അതിനായി തീരുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരെയും കർത്താവ് ആശീർവദിച്ച് അനുഗ്രഹിച്ച് മടക്കി അയക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് നൽകുമാറാകട്ടെ. കരം വെച്ച് ആശീർവദിച്ച് സ്വർഗം നമ്മളെ മടക്കി അയക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും ആശ്വാസവും സഹവാസവും സാന്നിധ്യവും ശക്തിയും നമ്മളെല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവിലേക്ക് ഇരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ മാത്രം മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. കർത്താവ് വരുവരെയും കർത്താവ് സൂക്ഷിക്കട്ടെ. സമാധാനത്താൽ കർത്താവ് എല്ലാവരെയും വഴി നടത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.